നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി അതെന്താ കർത്താവ് അങ്ങനെ പറയാൻ കാരണം? ഇനി കലങ്ങരുതെന്ന് നമുക്ക് ഉറപ്പ് തരാനുള്ള കാരണം രണ്ട് കാര്യങ്ങൾ ഇന്ന് രാത്രി തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാം. ഇതെല്ലാം അറിവുള്ള വിഷയമാണ്, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെ പുളിവേലി പാസ്റ്റർ പറഞ്ഞ പോലെ ആത്മീക പാരമ്പര്യമുള്ളവരാ തണ്ണിത്തോട്ടുകാർ. അപ്പോൾ ഇനി നിങ്ങളെ പഠിപ്പിക്കാനൊന്നും ഇല്ല, ഇനി നിങ്ങളെല്ലാം പഠിച്ചിരിക്കുക. പിന്നെ ഇന്ന് രാത്രി വന്നത് ഇതെല്ലാം ഒക്കുന്നുണ്ടോ എന്ന് നോക്കി വന്നതാണ്. അന്വേഷണം എങ്ങനെയുണ്ട്, ആരൊക്കെ വന്നിട്ടുണ്ട്, ലൈറ്റ് ഒക്കുന്നുണ്ടോ, വരുന്ന പുള്ളി എങ്ങനെയുണ്ട്, ആരൊക്കെ വന്നു, എന്തോ ഇവിടെ നടക്കുന്നത്, അതിന് വന്നിരിക്കുക. ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം, കാരണം നിങ്ങൾക്കെല്ലാം അറിയാം. ദൈവത്തിൻ്റെ മഹത്വം. ഞാനും ഈ തണ്ണിത്തോട്ടിലെ പല സന്ദർഭങ്ങളിൽ പല സഭകളിലും ഭവനങ്ങളിലുമൊക്കെ വന്ന് തിരുവചനം പറയുവാൻ സാവകാശം ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രി അല്പസമയങ്ങൾ ശാന്തമായിട്ട് നിശ്ചയിക്കപ്പെട്ട സമയപരിധിയിൽ നിന്ന് നമുക്ക് തിരുവചനം ഒന്ന് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ്. ദൈവത്തിന് മഹത്വം. എനിക്കിത് വേണ്ട, ഇങ്ങോട്ട് മാറുമ്പം വായിക്കുന്നൊരു സുഖമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കുന്നത്. ഇങ്ങോട്ട് അങ്ങനെ ഒന്ന് വെച്ചാൽ നാളെ എങ്ങനെ അങ്ങോട്ട് വെച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ്. അവന് ഈ പരുവത്തിന് ഇങ്ങനെ നിൽക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ഭേദഗതി വരുത്തണേ ഞാൻ പറയാം. സത്യവേദ പുസ്തകത്തിലെ പുതിയ നിയമ പുസ്തകങ്ങളിലെ ആദ്യത്തെ പുസ്തകങ്ങളിലെ 4-ാമത്തെ പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. ഈ പുസ്തകത്തെ പറ്റി അറിവില്ലാത്ത ധാരാളം ആൾക്കാരുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം. അറിയാത്തവരുടെ അറിവിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ എല്ലായിടത്തും പറയുന്നത് ഒന്നുകൂടെ ആവർത്തിക്കാം. ഈ പുസ്തകത്തിന്റെ വിശേഷത, ഇതിന്റെ പേര് സത്യവേദ പുസ്തകമെന്ന്. സത്യവേദ പുസ്തകം. ഇതുപോലെ ഒരു പുസ്തകം ഉലകത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല, ഒറ്റ ഒരുത്തന് ഉണ്ടാക്കാൻ ഒക്കത്തുമില്ല. അറുപത്തിയാറ് പുസ്തകങ്ങൾ അടങ്ങിയ ഈ പുസ്തകം സത്യവേദ പുസ്തകം. നമുക്കറിയാം, സ്കൂളിൽ പഠിച്ചതാ, നിങ്ങൾക്കും അറിയാം, 4 വേദവും 6 ശാസ്ത്രവും 18 പുരാണങ്ങളെന്ന്. രാമപുരത്ത് വാര്യര് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ ഒരു വരി രേഖപ്പെടുത്തി. അവര് വൈക്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തിന് പോകുമ്പം രാജാവ് കൊണ്ട് അവൻ വാര്യരും വള്ളത്തേലുണ്ട്. അപ്പം തിരുവനന്തപുരം വരെ പോകണം, വെറുതെ ഇരിക്കേണ്ട, ഒരു പാട്ടുണ്ടാക്കാൻ പറഞ്ഞു. വഞ്ചിക്കകത്തിരുന്ന് എഴുതിയതായതുകൊണ്ട് അത് വഞ്ചിപ്പാട്ട്, നഥോന്നത വൃത്തത്തിലാണ്. അപ്പൊ അതിനകത്ത് ഒരു വരിയുണ്ട്: കെൽപ്പോടെല്ലാ ജനങ്ങൾക്കും കേടുതീരത്തക്കവണ്ണം എപ്പോഴും അന്നദാനവും ചെയ്തു ജഞ്ചമ്മേ. എന്നിട്ട് വേറെ വരികളുണ്ട്, എല്ലാം ഞാൻ പാടുന്നില്ല. പാടിയ പെന്തിക്കോസുകാർ പറയും അയാളിപ്പം കുചേലവൃത്തം പാടി നടക്കുക എന്ന് പറയും. അല്ലേലും നിങ്ങൾ എന്തേലും പറയും. അപ്പൊ അതിനകത്ത് ഒരു വരിയുണ്ട്: മൂർത്തി 330 കോടി ദേവൻ മാരുമിന്ന് മൂർത്തിയായി മുപ്പാരിനു വിളക്കുമായി മാർത്താണ്ഡാഖ്യയായിരിക്കും പ്രത്യക്ഷ ദേവതയുടെ മഹാത്മ്യം ഓർത്തിട്ടു മനസ്സുരുകിടുന്നു. വേറൊരു വരിക: 4 വേദം 6 ശാസ്ത്രം 18 പുരാണങ്ങൾ. അപ്പോൾ 4 വേദം, അത് നമ്മൾ പഠിച്ചത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. എന്നാൽ ഈ വേദത്തിന്റെ പേര് സത്യവേദം. ഋഗ്വേദമുണ്ട്, യജുർവേദമുണ്ട്, സാമവേദമുണ്ട്, അഥർവവേദമുണ്ട്. ഇതിന്റെ പേര് സത്യവേദം. ഒരു സന്തോഷവും ഇല്ല. അല്ല, ഇപ്പൊ ഇത് എടുത്തുകൊണ്ട് നടക്കുന്നത് തന്നെ ചിലർക്ക് നാണക്കേടായിട്ട് വന്നിരിക്കുക. നമ്മുടെ ഇടയിൽ തന്നെ ഉപദേശിമാരും ചിലരുണ്ട്.
ഔട്ട് ഓഫ് ഫാഷനായെന്നാ പറയുന്നത്. ടാബും മൊബൈലും അതൊക്കെ നല്ലതാ, അതിനോടുള്ള ബന്ധപ്പെട്ട് പലതുണ്ട്. യോഗത്തിന് പോലും വന്നാൽ അതുകൊണ്ട് വേദപുസ്തകം കൊണ്ടുവരുന്നില്ല. എൻ്റെ ഭാഷയെ പറയാൻ നിങ്ങൾ ഇഷ്ടമുണ്ടെ ചോദിച്ചാൽ മതി. ഈ ടാബും മൊബൈലും കമ്പ്യൂട്ടറും ഈ കുണ്ടാമണ്ടിയെല്ലാം ഒത്തത് ഈ പുസ്തകം വന്നതുകൊണ്ടാണ്. അതെ, ഇപ്പൊ ഇത് ചിലർക്ക് ഇഷ്ടമല്ല. എന്നാൽ ഈ പുസ്തകം എടുക്കേണ്ടത് പോലെ എടുത്തവനൊന്നും ഒരു ദോഷവും വന്നിട്ടില്ല. ചില ഉപദേശിമാര് പറയാറുണ്ട്, ഞാനും പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഞാൻ തിരുത്തി അത് പറയും. കാരണം നമ്മൾ പറയുന്നുണ്ട് ഈ പുസ്തകം എടുത്തവർക്ക് ആർക്കും ഒരു കുഴപ്പവും വന്നിട്ടുണ്ട്. എടുക്കേണ്ടത് പോലെ എടുത്തവന് കുഴപ്പം വന്നിട്ടില്ല. അതെ, അവിടെ തിരുവല്ലായിലെ നമ്മുടെ KP യോഹന്നാൻ പണ്ട് ആത്മീയാത്ര, പിന്നെ അതല്ലോ ബിലീവേഴ്സും ഒക്കെ ആയത്. ആത്മീയാത്രയ്ക്ക് നമ്മുടെ ടൗണിൽ നിന്ന് രാമച്ചിറയ്ക്ക് പോകുമ്പോൾ വലത്തുവശത്താ ഗോഡൗണ്. പണ്ട് അവിടെ ആയിരക്കണക്കിന് ബൈബിള് ചുമന്ന് ലോറിലോട്ട് കയറ്റി ഒരുത്തിന് പണ്ട് ഞാൻ കണ്ടു, കുടിച്ച് പെടുത്ത് ബോധോ ഇല്ല വെളിവില്ല, അവൻ്റെ കുടുംബം ചുമന്നിട്ട് വല്ല ഗുണവും വന്നോ. അവനും പുസ്തകം എടുത്തത്, അവനും വേണേ പറയാം ഞാൻ ലോഡ് കണക്കിന് എടുത്തതാന്ന്. ഈ പുസ്തകം എടുക്കുന്നവർക്കെല്ലാം കുഴപ്പം വരികയാണെന്നല്ല, എടുക്കേണ്ടതുപോലെ എടുത്തവൻ. ഇതെടുക്കേണ്ടതുപോലെ എടുത്തവർക്ക് ആർക്കും ഒരു ദോഷം വന്നിട്ടില്ല, വരത്തുമില്ല. ഇത് ചുമക്കേണ്ടതുപോലെ ചുമന്നവനല്ല അവൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അതാ ഈ പുസ്തകത്തിന്റെ ശ്രേഷ്ഠത. അതെ, ഇങ്ങനെ പറഞ്ഞാൽ 2 മണിക്കൂറുമല്ല, ഒരു 4 മണിക്കൂർ പറയാനുണ്ട്. അതുകൊണ്ട് എല്ലാം ലോപിക്കുക. ഈ പുസ്തകം 66 പുസ്തകങ്ങളാണ്. 66 പുസ്തകം. ചില ആൾക്കാരുടെ കയ്യിൽ 66 കൂടുതലുണ്ട്. ഇപ്പൊ നിങ്ങൾ ചോദിക്കുക അതാരാന്ന്, അത് ഞാൻ പറയത്തില്ല, അവരെ കാണുമ്പോൾ അറിയാം. ഈയിടെയൊക്കെ കണ്ടോണ്ടിരിക്കുകയല്ലേ, പോക്കും നടപ്പും വസ്ത്രവും രീതിയും പ്രാർത്ഥനയും ഒക്കെ കാണുമ്പോൾ അറിയാതെ പുസ്തകം കൂടുതലുള്ള ആൾക്കാരാണ്. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അപ്പൊ ഇത് 66 പുസ്തകം. ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം, അങ്ങനെ 66 പുസ്തകം. ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട് 40 എഴുത്തുകാരാൽ എഴുതപ്പെട്ടതാണ് ഈ സത്യവേദ പുസ്തകം. പക്ഷെ ഈ പുസ്തകത്തിന്റെ വിശേഷത, നമ്മള് ഉൽപ്പത്തി മുതലൊന്ന് വായിച്ചു വന്നാൽ ഒരാൾ എഴുതിയതുപോലെ തോന്നും. ഒരാൾ എഴുതിയതുപോലെ തോന്നും, പക്ഷെ ഒരാളല്ല എഴുതിയത്. ഒരാളെ കൊണ്ടല്ല എഴുതിപ്പിച്ചത്, 40 എഴുത്തുകാരെ കൊണ്ടാണ് എഴുതിപ്പിച്ചത്. രാമായണമൊക്കെ കാണ്ഡങ്ങളാകിട്ട, അയോധ്യകാന്ഡം, ബാലകാന്ഡം, സുന്ദരകാന്ഡം, കിഷ്കിന്ധകാന്ഡം, ഇങ്ങനെ കാണ്ഡങ്ങളാകിട്ട. മഹാഭാരതം പർവ്വങ്ങളാകിട്ട, ദ്രോണപർവം, ഭീഷ്മപർവം, കർണപർവം. ഭഗവത്ഗീത യോഗങ്ങളാകിട്ട, അർജുന വിഷാദ യോഗം, സാഖ്യയോഗം, ഗുണയോഗം. ഇത് പുസ്തകമാകിട്ട. ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യ പുസ്തകം, 66 പുസ്തകം. 40 എഴുത്തുകാര് 1600 കൊല്ലം കൊണ്ട് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലിരുന്ന് എഴുതിയ വിശേഷപ്പെട്ട പുസ്തകമാണ്. എഴുത്തുകാര് പലരും തമ്മിൽ കണ്ടിട്ടില്ല, പല നൂറ്റാണ്ട് ജീവിച്ചവരാ. പലരും പല പ്രകൃതക്കാരാ. മീൻപിടുത്തക്കാരെ കൊണ്ടെഴുതിപ്പിച്ചു, ഡോക്ടർമാരെ കൊണ്ടെഴുതിപ്പിച്ചു, രാജാക്കന്മാരെ കൊണ്ടെഴുതിപ്പിച്ചു, പാട്ടുകാരെ കൊണ്ടെഴുതിപ്പിച്ചു, പണമില്ലാത്തവനെ കൊണ്ടെഴുതിപ്പിച്ചു, കഴിവില്ലാത്തവനെ കൊണ്ടെഴുതിപ്പിച്ചു, ഉന്നതന്മാരെ കൊണ്ടെഴുതിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിൽ പെട്ടവരെയും കൊണ്ട് ദൈവം എടുത്തു. അവരെ കൊണ്ടായി പുസ്തകം എഴുതിപ്പിച്ചത്. പക്ഷെ എഴുതി വന്നപ്പോൾ ഇത് ഒത്തെന്നുള്ളതാ. ഒരാള് എഴുതിയതുപോലെ തോന്നും. കാരണം മറ്റൊന്നുമല്ല, എല്ലാവരിലും വ്യാപരിച്ചത് ഒരാത്മാവാ. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. അതുകൊണ്ട് ഈ പുസ്തകം എഴുതി വന്നപ്പോൾ ഒത്തെന്നുള്ളതാ ഈ പുസ്തകത്തിന്റെ വിശേഷത. ഞാൻ എല്ലാ ഇടങ്ങളിലും പറയും, ഈ പുസ്തകം തിരുത്തേണ്ടി വന്നിട്ടില്ല. ഗതികേടുള്ള പുസ്തകം അല്ലിത്. അയന 1600 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യം തന്നെ ഒടുവിലും പറഞ്ഞേക്കുന്നത്. തിരുത്തേണ്ടി വന്നിട്ടില്ല, തൂക്കറബർ മേടിക്കേണ്ടി വന്നിട്ടില്ല. മറ്റേ പല പുസ്തകം എഴുതിയാലും അതിനെല്ലാം ഇഷ്ടം പോലെ തൂക്കറബർ മേടിക്കണം. കാരണം എഴുതിയതൊക്കെ പലതും തുടയ്ക്കണം. കാരണം തുടച്ചു വെച്ച് പറയും, വേറെ എഴുതാൻ പറയും. ഇതിനങ്ങനെ ഗതികേട് വന്നിട്ടില്ല. എഴുതിയത് ഒത്തു. അതിന് ധാരാളം തെളിവുണ്ട്. ഒരു തെളിവ് എല്ലായിടത്തും പറയും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 വായിച്ചോ ദൈവദാസനെ.
എല്ലാവർക്കും മനഃപ്പാഠമായി, എങ്കിലും ഇത് ഉള്ളതാണെന്ന് അറിയാൻ വായിക്കുന്നതാ കുറച്ചുകൂടെ ഉചിതം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ തിരുവെടുത്ത്. ആദിയിൽ ദൈവം. മതി. ആദിയിൽ ദൈവം. ഏതാ ദൈവം? ദൈവം, ദൈവങ്ങൾ എന്ന പദമല്ല, ദൈവം. ആദിയിൽ ഏകദൈവം, നിത്യദൈവം, സത്യദൈവം. ഇത് പല ക്രിസ്ത്യാനികൾക്കും ഈ ബോധം വന്നിട്ടില്ല. എന്നാൽ നല്ല അറിവുള്ള ഒരാളുണ്ടായിരുന്നു, ശ്രീനാരായണ ഗുരു. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു, നല്ല അറിവുണ്ടായിരുന്നു, ജ്ഞാനിയായിരുന്നു. അങ്ങേർക്ക്, എൻ്റെ ഭാഷയാ, അങ്ങേർക്ക് വിവരമുണ്ടായിരുന്നു. ആ മഹാനായ മനുഷ്യൻ പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അത്രയും ബോധം മറ്റുള്ളവർക്ക് ഇല്ലാതായി പോയല്ലോ. ഇനി പറഞ്ഞിട്ടും കാര്യമില്ല. ഇല്ല, നാണം വന്നപ്പോൾ നേരം വെളുത്തെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ആ നല്ല മനുഷ്യൻ പറഞ്ഞു, ഒരു ദൈവം. ആ ദൈവത്തെ പറ്റിയാ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. 1600 കൊല്ലം കഴിഞ്ഞും വെളിപ്പാട് പുസ്തകം എഴുതിയപ്പോഴും ആ ദൈവത്തെ പറ്റി തന്നെ പറഞ്ഞത്, ഏകദൈവം എന്ന് പറഞ്ഞ. ഇതിനിടയ്ക്ക് ദൈവം കളിക്കാൻ പുരുഷന്മാര് സ്ത്രീകൾ ആരും കയറി വന്നില്ല. ഇപ്പോഴാണ് ഒത്തിരി ദൈവം കളിക്കുന്ന ആൾക്കാരുണ്ട്. ആണുങ്ങളെക്കാളും കൂടുതൽ കാഴ്ച പെണ്ണുങ്ങൾക്കാ. ദൈവം കളിച്ചാൽ അവർക്ക് അതിൻ്റെ മട്ടം അറിയാം. കോട്ടയത്തുണ്ടായിരുന്നു ശാന്തമ്മ ദൈവം. തിരുവാതിക്കലപ്പുറം ഉണ്ടായിരുന്നു ദൈവം തങ്ക. തങ്ക എന്നാ പേര്. വേറൊരു ദൈവത്തിൻ്റെ പേരായിരുന്നു ബാബു. തെളിച്ച് പറയണ്ട, ബാബു. ഈ പേരിടുമ്പോഴെങ്കിലും ഒരു ചൊവ്വുള്ള പേര് വേണ്ടേ? ദൈവം കളിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ദൈവത്തിൻ്റെ പേരാ ബാബു. ഒരു സുഖമില്ല കേട്ടിട്ട്. ദൈവത്തെ വിളിക്കുമ്പോൾ ഒരു സുഖം വേണ്ടേ? എൻ്റെ ബാബു, അങ്ങനെ ഒരു സുഖമില്ല. അപ്പോൾ തിരുവചനം പഠിപ്പിക്കുന്നത്, സ്വഭാവത്താൽ ഇവരാരും ദൈവങ്ങളല്ല. ആരാ? ബാബുവും തങ്കയും ശ്യാമളയും ചാന്തയൊന്നും. 4:8 വായിച്ചോ. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്ന് വായിക്കുന്നത് ഉചിതമാണ്. കാരണം ഇത് ഇതിനകത്തുള്ള കാര്യമാണെന്ന് അറിയണമല്ലോ, അതുകൊണ്ടാണ് വായിപ്പിക്കുന്നത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. എന്നാൽ അന്ന് നിങ്ങൾ, ആ വാക്യം, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ കക്ഷികളാരും സ്വഭാവം വെച്ച് നോക്കിയാൽ ദൈവമല്ല. ദൈവത്തിന് സ്വഭാവ വിശേഷതയുണ്ട്. 1, അവിടുന്ന് നിത്യനാ. 2, അവിടുന്ന് സർവശക്തനാ. 3, അവിടുന്ന് സർവജ്ഞാനിയാ. 4, സർവവ്യാപിയാ. 5, സർവത്തെയും നിയന്ത്രിക്കുന്നവനാ. 6, സർവത്തെ സൃഷ്ടിച്ചവനാ. 7, സർവത്തിന്റെ മേലെ അധികാരമുള്ളവനാ. ഗതിഭേദങ്ങളുടെ ആച്ഛാദനമൊന്നും ദൈവത്തിനില്ല. ഈ പറഞ്ഞ കക്ഷികളാരും ദൈവമല്ല. ദൈവത്തിന് എന്നാള് അറിഞ്ഞതല്ലേ, എന്തിയ ദൈവം കോവിഡാന്ന്. ഒരിടയ്ക്ക് പേപ്പർ വന്നത് ആ ദൈവത്തെ വെന്റിലേറ്ററിൽ കയറ്റിയെന്ന്. അതന്നെ, ദൈവത്തിന് ശ്വാസം കിട്ടുന്നില്ലെന്ന്. അതാ പറഞ്ഞ, സ്വഭാവത്താൽ ഇവരാരും ദൈവമല്ല. ദൈവമല്ലയോ ശ്വാസം തരുന്നേ. ആദികളൊടിച്ചെന്നെ കാക്കുന്നവൻ, ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. ആദികളൊടിച്ചെന്നെ കാക്കുന്നവൻ, ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിലെന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. ജീവനായകനേ മനുവേലേ ജീവ
അപ്പൊ ശ്രദ്ധിക്കുക, സ്വഭാവത്താൽ ഇവരാരും ദൈവങ്ങളല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ നിങ്ങളോട് പറയാം, ഏകദൈവം, സത്യദൈവം, ജീവനുള്ള ദൈവം, സാക്ഷാൽ ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം. ആ ദൈവത്തെ പറ്റിയാ ഉൽപ്പത്തി 1 പറഞ്ഞിരിക്കുന്നത്, ആദിയിൽ ദൈവം. 1600 കൊല്ലം കഴിഞ്ഞും അത് തന്നെ സ്ഥാപിച്ചേക്കുന്നത്, തിരുത്തേണ്ടി വന്നിട്ടില്ല. അങ്ങനെയുള്ള ഈ സത്യവേദ പുസ്തകം 66 പുസ്തകം 2 ഭാഗങ്ങളായിട്ടാ. നിങ്ങൾക്കിതെല്ലാം അറിയാം. 2 ഭാഗം, പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമം 39 പുസ്തകം, പുതിയ നിയമം 27 പുസ്തകം. പഴയ നിയമ പുസ്തകം 39 പുസ്തകം 32 എഴുത്തുകാര് എഴുതിയതാണ്. പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 എഴുത്തുകാരാ എഴുതിയത്. ആ 8 എഴുത്തുകാരിൽ 4 പേര് അപ്പോസ്തലന്മാരും 4 പേര് അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലന്മാരാകുന്ന 4 പേര്, 1 മത്തായി, 2 പത്രോസ്, 3 യോഹന്നാൻ, 4 പൗലോസ്. 4 പേര് അപ്പോസ്തലന്മാരല്ല. യാക്കോബും യൂദയും മർക്കോസും ലൂക്കോസും ഇവർ അപ്പോസ്തലന്മാരല്ല. എന്നാൽ അതിൽ 2 പേര് അപ്പോസ്തലന്മാരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു, ലൂക്കോസും മർക്കോസും. മർക്കോസ് പത്രോസിന്റെ കൂടെയും ലൂക്കോസ് പൗലോസിന്റെ കൂടെയും ശുശ്രൂഷയ്ക്ക് സഹായികളായിരുന്നു. ഇങ്ങനെയുള്ള 8 പേരാണ് പുതിയ നിയമ പുസ്തകം എഴുതിയത്. എല്ലാ ഭാഗവും എടുക്കാൻ നേരമില്ല. അപ്പോൾ അങ്ങനെയുള്ള പുതിയ നിയമത്തിലെ 27 പുസ്തകം, ഈ പുതിയ നിയമത്തിലെ 27 പുസ്തകത്തെ തരംതിരിച്ച് പഠിച്ചാൽ, ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകം, പിന്നീട് 21 പുസ്തകം മുഴുവൻ ഉപദേശങ്ങളാ, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ, ഒടുവിൽ വെളിപ്പാട് പുസ്തകം. അപ്പോൾ 5, 21, 1 അങ്ങനെ പുതിയ നിയമത്തിലെ 27 പുസ്തകം നമ്മൾ തരംതിരിച്ച് പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. ആ ചരിത്ര പുസ്തകം 5 2ആയിട്ട് പഠിക്കണം. ആദ്യത്തെ 4 പുസ്തകം ഒരു വ്യക്തിയുടെ ചരിത്രമാണ്. അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ ചരിത്രം. ആദ്യത്തെ 4 പുസ്തകം മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും എഴുതിയ 4 പുസ്തകം ഈ ഒറ്റ വ്യക്തിയുടെ ചരിത്രമാണ്, യേശു ക്രിസ്തുവിന്റെ ചരിത്രം. നല്ല ചരിത്രമാണ്, കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം, കേട്ടിരിക്കാൻ പറ്റുന്ന ചരിത്രം. നമ്മുടെയൊക്കെ ചരിത്രം അധികം പറയാതിരിക്കുന്നതാ. ഞാൻ എൻ്റെ കാര്യം പറയുക, നമ്മുടെ ഒന്നും ചരിത്രം അധികം വിളമ്പാതിരിക്കുന്നതാ. ഒരാൾ എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞപ്പോൾ സഭയിലെ ഞങ്ങളുടെ ഒരു കൊച്ചൻ പറഞ്ഞു, കൂടുതൽ വിളമ്പുവൊന്നും വേണ്ട, ഞങ്ങൾക്ക് അറിയാമെന്ന്. ഒന്നാമത്തെ സമയമില്ലാത്ത നേരത്തായി നിന്ന് വിളമ്പുന്നേ. അതുകൊണ്ട് തള്ള ഇച്ചിരി മൂച്ചുള്ള തള്ളയായിരുന്നു. പറഞ്ഞു, കൂടുതൽ വിളമ്പണ്ട, നീ ഇപ്പം അമേരിക്ക പോയി 10 പുത്തം കിട്ടിയതിൻ്റെ ആണോ എന്ന്, വിളമ്പുവൊന്നും വേണ്ടെന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അങ്ങനെയൊക്കെ നമ്മുടെ സഭയിലും വന്ന് വിളമ്പുന്നവരുണ്ട്. എന്നിട്ട് പഴയ ആൾക്കാർ പറയാ, ഇവനെ ഇവിടെ കട്ടൻ കപ്പ തിന്ന് 10 രൂപ കിട്ടിയ എൻ്റെ ജോൺസൺ മാസ്റ്ററുടെ അമ്മയാണ്, ജോൺസന്റെ അമ്മയാണോ? തേക്കതോട്. ദൈവം അനുഗ്രഹിക്കട്ടെ. കൊച്ചമ്മ അങ്ങോട്ട് നോക്കിയപ്പോൾ എനിക്ക് പിടി കിട്ടി. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ ചരിത്രം ഒന്നും അധികം വിളമ്പാതിരിക്കുന്നതാണ് നല്ലത്. അതേന്ന് പണ്ടൊരാള് ഡോക്ടർ റവറൻ പാസ്റ്റർ സോ ആൻഡ് സോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിയെ പറ്റി കളത്തിയപ്പം അതാ പറഞ്ഞ്, എന്നെ പറ്റി നിങ്ങളെ പറ്റി ഒന്നും കളത്താതിരിക്കുന്നതാ നല്ലത്. ഒരാളെ പറ്റി കളത്തിയ പറഞ്ഞു, ഇവരല്ലയോ പണ്ട് നാട്ടുകാരുടെ പാസ്പോർട്ടും വിസായും എല്ലാം മേടിച്ചിട്ട് മുങ്ങിയ റവറന്റ്, ഇവനെപ്പോഴാ റവറന്റ് ആയെന്ന്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ചരിത്രം ഒന്നും മിണ്ടുന്നില്ല. എന്റെയും നിങ്ങളുടെയും ഒന്നും ചരിത്രം അധികം വിളമ്പണ്ട. ഒത്തിരി പുറകോട്ട് പോയാൽ പലതും പരുവക്കേടാ. അതുകൊണ്ട് അവൻ നല്ല ചരിത്രം ഏതാണെന്നറിയാമോ? യേശുവിന്റെ ചരിത്രമാണ്. കേട്ടിരിക്കാൻ പറ്റുന്ന ചരിത്രം, കേട്ടാൽ മനോഗുണവും മനോസുഖവും അവൻ ഹൃദയത്തിന് ആനന്ദമുണ്ടാക്കുന്ന ചരിത്രം മാത്രമാണോ? കേട്ടാൽ വിടുതൽ നടക്കുന്ന ചരിത്രം. യേശുവിന്റെ ചരിത്രം, രോഗികൾ സൗഖ്യമാക്കുന്ന ചരിത്രം, ഭൂതങ്ങൾ വിട്ടുമാറുന്ന ചരിത്രം, അവൻ ബന്ധനസ്ഥർ വിടുതൽ പ്രാപിക്കുന്ന ചരിത്രം, മരിച്ചവർ ഉയർക്കുന്ന ചരിത്രം, കുഷ്ഠരോഗിക്ക് സൗഖ്യം വരുത്തുന്ന ചരിത്രം, മുടന്തനെ നടത്തുന്ന ചരിത്രം, ഓമർക്ക് സംസാരശേഷി കൊടുക്കുന്ന ചരിത്രം, ചെകിടർക്ക് കേൾവി കൊടുക്കുന്ന ചരിത്രം. ഇന്ന് രാത്രി ആ ചരിത്രമാണ് യേശു ക്രിസ്തുവിന്റെ ചരിത്രം. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് പവൻ കാഴ്ചയും നൽകി, കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി,
ശ്രീനരപതിയേ സിയോൻ മണവാളനെ നാശപാത്രമായ ലോകം ആകെയുദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയേ സിയോൻ മണവാളനെ ശ്രീനരപതിയേ സിയോൻ മണവാളനെ. ദുഷ്കൃതമാം വിഷബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ നീ. ദുഷ്കൃതമാം വിഷബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ നീ. ഇക്കഠിന പാപിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വഹിച്ചതാ. ഇക്കഠിന പാപിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വഹിച്ചതാ. നമിക്കുന്നേ സിയോൻ മണവാളനെ ശ്രീനരപതിയേ സിയോൻ മണവാളനെ നാശപാത്രമായ ലോകം ആകെയുദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയേ സിയോൻ മണവാളനെ ശ്രീനരപതിയേ സിയോൻ മണവാളനെ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. എന്റെ പ്രിയരെ, നല്ല ചരിത്രം, കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം, കേട്ടിരിക്കാൻ കൊള്ളാവുന്ന ചരിത്രം യേശുവിന്റെ ചരിത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ഒന്നും ചരിത്രം അവസരം കിട്ടുമ്പോൾ അധികം വിളമ്പാതിരിക്കുന്നതാ അതാ നല്ലത്. ചെല്ലു പറയാനുണ്ട്, സാക്ഷ്യമെല്ലാം പറയണം, മിണ്ടാതിരുന്ന അത്രയും നല്ലത്. വേണം ഒറ്റ വാക്കി പറഞ്ഞാൽ മതി, ആ പാപികളെ ഞാൻ യേശു എന്നെ രക്ഷിച്ചു. അതായിരിക്കും കുറച്ചുകൂടെ. ചെല്ലം കൊണ്ട് സാക്ഷി പറഞ്ഞ ഞാൻ അമ്മയെ ഒറ്റ കുത്തിന് കൊന്നു, അമ്മയെ ഒറ്റ കുത്തിന്. അപ്പൊ അടുത്ത പുള്ളി ഞാൻ അപ്പനെ മലപ്പുറം കത്തിക്ക് താങ്ങി. ഇതൊന്നും വിളമ്പാതിരിക്കുന്നതാ നല്ലത്. നമ്മുടെ ആൾക്കാർ കേട്ട് ഇന്നും സാക്ഷ്യം, അമ്മയെ കുത്തിയതാണോ വലിയ സാക്ഷ്യം? അത് കാരണം മര്യാദ ഇരിക്കുന്ന കൊച്ചുങ്ങൾക്ക് ഇപ്പം സങ്കടമാണ്. നമുക്കൊരു സാക്ഷ്യവും ഇല്ല. ബ്ലസ്സാ സാക്ഷ്യമുള്ളവന് സ്റ്റേജാ, അമ്മയെ കുത്തിയവന് പിന്നെ അവനെ മെയിൻ ഇതായിട്ടിരിക്കുന്നു, മൈക്ക് കൊടുക്കുന്നു, വെള്ളമെടുത്ത് തരുന്നു, അവനെ ശുശ്രൂഷിക്കുന്നു. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുത്തവന് സാക്ഷ്യമില്ല. അവന്മാരുണ്ടവൻ നമുക്കൊരു സാക്ഷ്യമില്ല. പിന്നെ അവന്മാർ തിന്നുമ്പോൾ നമുക്ക് ഇന്ന് രാത്രി ഒരു 5 പേരെ കുത്തണം. ഇതാണോ സാക്ഷ്യം? നമ്മുടെ കാര്യമൊന്നും പറയണ്ട. യേശുവിനെ ഉയർത്തുക, യേശുവിന്റെ കാര്യം. ദൈവത്തിന് മഹത്വം. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. നല്ല ചരിത്രമായ യേശുവിന്റെ ചരിത്രം. അവിടുത്തെ കാര്യങ്ങളൊന്ന് പറഞ്ഞേ കേൾക്കുന്നവർക്കെല്ലാം അനുഗ്രഹവും ആശ്വാസവും വിടുതലുമാണ്. മറ്റ് ചരിത്രങ്ങളെല്ലാം കേട്ട് വളരെ മനം നൊന്താ ഇവിടെ പലരും വന്നിരിക്കുന്നത്. പിള്ളേരുടെ ചരിത്രം, മരുമകളുടെ ചരിത്രം, അമ്മായിയമ്മയുടെ ചരിത്രം, വന്ന വീട്ടുകാരുടെ ചരിത്രം, കെട്ടിച്ചോണ്ട് വന്ന മകളുടെ വീട്ടിലെ ചരിത്രം, ഇരിപ്പ് കാണുമ്പോൾ അറിയാം എല്ലാം. പിന്നെ ആരും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ, അല്ലേ? ഇങ്ങനെ മേളിലോട്ട് നോക്കി ഇടയ്ക്കിടയ്ക്ക് നോക്കിയിരിക്കുക. ഭാര്യയുടെ ചരിത്രം, ഭർത്താവിൻ്റെ ചരിത്രം, മുൻകാല ചരിത്രം, ഇതെല്ലാം അസ്വസ്ഥതയും മനോഭീതിയും ഒക്കെ ഉണ്ടാക്കുന്ന ചരിത്രം. എന്നാൽ ആശ്വാസവും അനുഗ്രഹവും വിടുതലും തരുന്ന ഒരേ ഒരു ചരിത്രം യേശുവിൻ്റെ ചരിത്രമാണ്. അപ്പൊ ആദ്യത്തെ 5 പുസ്തകം ഈ ചരിത്ര പുസ്തകങ്ങളാണ്. അതിൽ 4 പുസ്തകം യേശു ക്രിസ്തുവിന്റെ ചരിത്രം. ദൈവത്തിന്റെ മഹത്വം. 5-ാമത്തെ പുസ്തകം ആദിമസഭയുടെ ചരിത്രമാണ്. ആദിമസഭ, അത് അപ്പോസ്തല പ്രവൃത്തി ആദിമസഭയുടെ ചരിത്രമാണ്. ഇപ്പൊ എല്ലാവർക്കും തർക്കമാണ് ആദിമസഭ ഏതായിരുന്നെന്ന്. കത്തോലിക്കർ പറയുന്നത് ഞങ്ങളുടേതായിരുന്നെന്ന്. പിന്നെ അപ്പോസ്തല പ്രവൃത്തി പറയുന്നത് സഭ കത്തോലിക്ക സഭയാണെന്നാണ് അവർ പറയുന്നത്. ഞങ്ങളുടെ സഭയുടെ ചരിത്രമാണ് തിരുസഭ.
വത്തിക്കാൻ ആസ്ഥാനമാക്കി റോമിലെ ഞങ്ങളുടെ സഭയുടെ ചരിത്രമാണ്. പൊട്ടത്തരം വിളിച്ചു പോവരുത്. അപ്പോൾ ഓർത്തഡോക്സ് യാക്കോബക്കാർ പറഞ്ഞ ഞങ്ങളുടെ ചരിത്രമാണ്. ഞങ്ങൾക്കല്ലേ അന്ത്യോക്യ വെച്ച് നിങ്ങൾക്ക് കിട്ടിയെന്നൊന്നും വേദപുസ്തകത്തിലില്ല. അന്ത്യോക്യ വെച്ച് ക്രിസ്ത്യാനിയായെന്നൊരു പദമുണ്ട്. അപ്പൊ ചെല്ലു പറഞ്ഞത് ഞങ്ങളുടെ സിംഹാസനം അവിടെ ഉണ്ടെന്ന്. ആരുടെയാ? അന്ത്യോക്യയിൽ. പിന്നെ കൊരണ്ടി പോലും ഇല്ലായിരുന്നു അപ്പോസ്തലന്മാർക്ക്. ഒരു വാക്യം വായിച്ചോ, 4:10. അന്നേരം ആ സിംഹാസനം 4:10 വായിരി. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4:10. അന്ത്യോക്യയിൽ സിംഹാസനമില്ലായിരുന്നു, വത്തിക്കാനിൽ സിംഹാസനമില്ലായിരുന്നു, കുമ്പനാട്ടുമില്ലായിരുന്നു, കോഴഞ്ചേരിയിലും ഇല്ലായിരുന്നു, തിരുവല്ലായിലെ സിംഹാസനമില്ലായിരുന്നു, പിന്നെ തിരുവല്ലായിലെ പുലാത്തീനിലും സിംഹാസനമില്ലായിരുന്നു. പിന്നെ ഇവിടെ ബാക്കി ഞാൻ പിന്നെ പറയാം, ഓർക്കുമ്പോൾ ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, ഞങ്ങൾ ബലഹീനർ, ഞങ്ങൾ ബലഹീനരെ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ ബലവാന്മാരെ, നിങ്ങൾ മഹത്തുക്കൾ, നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ, ഞങ്ങൾ മാനഹീനരെ. ഈ നാഴിക വരെ ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും, ഞങ്ങൾ ബഹുവചനമാ എഴുതിയ പൗലോസും ശേഷമുള്ള അപ്പോസ്തലന്മാരും എന്ന് സാരം. അതാ ഞങ്ങൾ അപ്പോസ്തലന്മാരെ ആദിമ നൂറ്റാണ്ടിൽ 1-ാം നൂറ്റാണ്ടിലെ ചരിത്രമാ. ഈ നാഴിക വരെ അപ്പോസ്തലന്മാരാകുന്ന ഞങ്ങൾ. അതാ ഈ നാഴിക വരെ ഞങ്ങൾ. അങ്ങനല്ലയോ? ഞങ്ങൾ അങ്ങനല്ലേ അച്ഛാ? ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നു. ഞങ്ങൾ എഴുതിയ പൗലോസും ശേഷമുള്ള അപ്പോസ്തലന്മാരും മത്തായിയും യാക്കോബും യാക്കോബിന്റെ തനയനും സകല അപ്പോസ്തലന്മാരും ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും. അപ്പോസ്തലന്മാരുടെ ആദ്യത്തെ നടപടിക്രമങ്ങൾ വിശന്ന്, മിക്കപ്പോഴും വിശപ്പാ. അതിലെയോ കൈ കഴുകാതെ ഭക്ഷണമൊക്കെ കഴിച്ചത് വിശന്ന്. ആരുടെയോ വയലിറങ്ങി കതിര് പറിച്ച് തിരുമ്മി തിന്നു വിശപ്പാ. അവരെ നടത്തിയ നാഥനും വിശന്നു, അത്തിയെ നോക്കി. ഇതൊക്കെയായിരുന്നു ആദിമസഭയ്ക്ക്. അല്ലാതെ കൂടെ കൂടെ നട്ട്സും ബദാമും പിസ്തായും പിന്നെന്തുവാ വേറെ ഏതാണ്ടൊരു സാധനമുണ്ട്. എന്തുവാ മിണ്ടുന്നില്ല. വാൾനട്ടും ഇല്ലായിരുന്നു, വണ്ടിയുടെ നട്ടും ഇല്ലായിരുന്നു, നട്ട്സും ഇല്ല, ഒന്നുമില്ലായിരുന്നു. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും പിന്നെ ദാഹിച്ചും. ഷാർജ ഷെയ്ക്കുമില്ല, ഇന്ത്യൻ ഷെയ്ക്കുമില്ല, കേരള ഷെയ്ക്കും ഒന്നുമില്ല. നാരങ്ങാവെള്ളം തന്നെ കിട്ടിയോ എന്നുള്ളതാ ഇപ്പൊ സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും. ഉടുപ്പാൻ നമുക്കാണ് ഇപ്പൊ ഇഷ്ടം പോലെ. അവർക്ക് ഉടുപ്പാനില്ലാതെ എന്ന് പറഞ്ഞാൽ ഉടുത്ത ഒരു ജോഡിയൊക്കെ ഉള്ളു, വേറെ ഇല്ല. എന്നാൽ അവർ ആ ലോകം മുഴുവൻ കൊണ്ട് നടക്കാൻ ഇച്ചിരി ഉണ്ടെന്ന് ഞങ്ങൾക്കും കിട്ടിയെന്ന്. കേരളത്തിനും ഇച്ചിരി. എന്നെ തുറച്ചു നോക്കുന്നേ, ഞാനുള്ള കാര്യം പറഞ്ഞേ. ഇത് പുസ്തകത്തിൽ എഴുതിയതാ. ഉടുപ്പാനില്ലാതെയും പിന്നെ കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ ഇരിക്കുന്നു. സ്ഥിരവാസം കൂടാതെ. അപ്പൊ പിന്നെ എങ്ങനെ അന്ത്യോക്യ സിംഹാസനം വരുന്നേ, വത്തിക്കാൻ സിംഹാസനം വരുന്നേ, കുമ്പനാട് സിംഹാസനം വരുന്നേ, മുളക്കൊടിയ സിംഹാസനം വരുന്നേ? ഇല്ല, നമ്മുടെ അവിടുത്തെ സ്ഥലത്തിന് തന്നെ അമേരിക്കയിലെ ടെന്നസി, വേറെ ക്ലീവ്ലാൻഡ്. അതാ കിട്ടാത്തത്. ഇവിടെ ഒന്നും ഒരു സിംഹാസനവും ഇല്ല. ഇത് ഞാൻ എഴുതിക്കൊണ്ട് വന്നതല്ല, വേറെ പുസ്തകത്തിൽ എഴുതിയതാ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ. ഇതായിരുന്നു അപ്പോസ്തലിക ശുശ്രൂഷ. അതുകൊണ്ട് ഈ അപ്പോസ്തല പ്രവർത്തിയിൽ പറയുന്ന സഭാചരിത്രം കത്തോലിക്ക സഭയുടെ ചരിത്രമല്ല, ഓർത്തഡോക്സ് യാക്കോബ സഭയുടെ ചരിത്രമല്ല, മാർത്തോമക്കാരുടെ ചരിത്രവും അല്ല. എബ്രഹാം അൽപ്പാൻ പാലാകുന്നത്ത് ആ ചരിത്രമൊന്നും ഞാൻ ഉണർവിന്റെ കാര്യമൊന്നും ഇപ്പൊ പറയുന്നില്ല. ആ കടവിൽ മാളികയെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചതും അങ്ങനെ ഉണർവുണ്ടായി നടത്തിയ അവര് പറയുന്ന AD 52 തോമാശ്ലീഹ വന്നു. അതുകൊണ്ട് മാർത്തോമ സഭയുടെ ചരിത്രവുമല്ല. അപ്പൊ ചെല്ലു പറയുക ഇവാഞ്ചലിക്കാരുടെ, അത് അതിൽ നിന്ന് പിരിഞ്ഞതാ, അവരുടെ ചരിത്രവും അല്ല. അപ്പൊ ചെല്ലു പറയുക CMS CSI ആംഗ്ലിക്കൻ അതുങ്ങളുടെ ചരിത്രവും അല്ല. അപ്പൊ ചെല്ലു പറയുക സാൽവേഷൻ ആർമി ഞങ്ങളുടെ ചരിത്രം. അപ്പൊ ഇവരെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ബ്രദറുകാര് ഞങ്ങളുടെ ചരിത്രമാണ്. അപ്പോസ്തല പ്രവർത്തിയിലെ സഹോദര സഭ. കൊച്ചമ്മ പഴയ ബ്രദറാന്ന് എനിക്കറിയാം, പിന്നെ എനിക്കറിയാം ബ്രദർ സഭയിലായിരുന്നു.
അപ്പോൾ ബ്രദറുകാരുടെ ചരിത്രവുമല്ല അപ്പോസ്തല പ്രവൃത്തി, ബ്രദറിന്റെ അസംബ്ലിയുടെ ചരിത്രവുമല്ല. അപ്പൊ ഇവരെ എല്ലാം കടത്തി വെട്ടി പെന്തിക്കോസുകാരുടെ നമ്മുടെ ചരിത്രമേ അല്ലത്. നമ്മുടെ ചരിത്രമൊന്നും അധികം പറയാതിരിക്കുന്നതാ. ഇത് പെന്തിക്കോസുകാരുടെ ചരിത്രവും അല്ല. അതാ നല്ലത്. ഇത് കത്തോലിക്കന്റെ ചരിത്രവുമല്ല, യാക്കോബയുടെ ചരിത്രവുമല്ല, ഓർത്തഡോക്സിന്റെ ചരിത്രവുമല്ല, റോമൻ കത്തോലിക്ക അല്ല, കനാനായക്കാരുടെ ചരിത്രവുമല്ല. ഇവിടെ അധികം ഉണ്ടോന്ന് അറിയത്തില്ല. കല്ലിശ്ശേരി റാന്നിയിലൊക്കെ കനാനായ അവര് 72 കുടുംബം സിറിയയിലെ ഉറഹായിലെ എഡേസ തുറമുഖത്തിൽ നിന്ന് തോമാച്ചന്റെ നേതൃത്വത്തിൽ വള്ളത്തെ വന്ന് കൊടുങ്ങല്ലൂർ വന്നിറങ്ങിയെന്ന കേട്ടിട്ടില്ലേ? അതാ ഒത്തുതീരിച്ച കപ്പൽ കയറി മലനാടു നോക്കി പുറപ്പെട്ടാറ്. അതുങ്ങളുടെ ചരിത്രമല്ല ഈ അപ്പോസ്തല പ്രവൃത്തി പറയുന്നത്. ഇന്ന് ഈ കാണുന്ന ഒരു സഭയുടെയും ചരിത്രമല്ല. പിന്നെ ഏത് സഭയുടെ ചരിത്രമാ? ഒറ്റ വാക്ക് പറയാ, രക്ഷിക്കപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളുടെ ചരിത്രമാ. യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷാനിർണയം പ്രാപിച്ച വിശുദ്ധന്മാരുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി. അതാ ഇതിലെ ചരിത്രം. അപ്പൊ ആദ്യത്തെ 4 പുസ്തകം യേശുക്രിസ്തുവിന്റെ ചരിത്രവും 5-ാമത്തെ പുസ്തകം ആദിമ സഭയുടെ ചരിത്രമാണ്. ഇനി ബാക്കിയുള്ള 21 ലേഖനം, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ, അത് മുഴുവൻ ഈ സഭയ്ക്കുള്ള ഉപദേശങ്ങളാണ്. സഭയ്ക്ക് ഉപദേശമുണ്ട്. 21 ലേഖനം ഉപദേശമാണ്. അത് വിലപ്പെട്ട ഉപദേശമാണ്. റോമാലേഖനം വിശ്വാസത്താലുള്ള നീതീകരണം, നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണമാണ് കൊരിന്ത് ലേഖനം. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സ്വാതന്ത്ര്യമാണ് ഗലാത്യ ലേഖനം. സ്വാതന്ത്ര്യം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സ്ഥാനമാനമാണ് എഫേസ്യ ലേഖനം. സ്ഥാനമാനം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സന്തോഷമാണ് ഫിലിപ്പിയ ലേഖനം. അങ്ങനെ സന്തോഷം പ്രാപിച്ച വിശുദ്ധന്മാരുടെ അവകാശമാണ് കൊലോസ്യ ലേഖനം. അവകാശം പ്രാപിച്ച വിശുദ്ധന്മാരുടെ പ്രത്യാശയാണ് തെസ്സലോനിക്ക ലേഖനം. ആ പ്രത്യാശ പ്രാപിച്ച വിശുദ്ധന്മാരുടെ പ്രമാണമാണ് തിമോഥെയോസും തീത്തോസിന്റെ ലേഖനം. അങ്ങനെയുള്ളവരുടെ നല്ല പ്രവൃത്തിയെ കാണിക്കുന്നതാണ് ഫിലേമോന്റെ ലേഖനം. അങ്ങനെയുള്ളവർക്ക് ദൈവം ഏറ്റവും നല്ലതൊന്ന് കരുതി വെച്ചു, അതാ എബ്രായ ലേഖനം. അങ്ങനെ കരുതൽ പ്രാപിച്ച ദൈവമക്കൾ പ്രവൃത്തിയിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം, യാക്കോബിന്റെ ലേഖനം. അങ്ങനെ പ്രവൃത്തിയിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവർക്ക് ആമേൻ സ്തോത്രം, ഒരു പുതുനഗരത്തിന് കാത്തിരിക്കുക, അതാ പത്രോസിന്റെ ലേഖനം. അങ്ങനെ കാത്തിരിക്കുന്നവർ ദൈവസ്നേഹത്തിൽ ജീവിക്കണം, അതാ യോഹന്നാന്റെ 3 ലേഖനം. അങ്ങനെ ദൈവസ്നേഹത്തിൽ നിൽക്കുന്നവരോട് യൂദാ പറയുക, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതാണ് റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങളിലെ ഉപദേശം. ഇത് സഭയ്ക്കകത്ത് പറയണം. അല്ലാതെ പെണ്ണുങ്ങളെ എല്ലാം ഇട്ട് തുള്ളിച്ച് നേരെ നിൽക്കുന്ന തങ്കനെ തള്ളി താഴെ കിട്ട്, തോമാച്ചിനെ അടിച്ച് താഴെ കിട്ട്, അവസാനം നീ കാറ കയറി പോവുകയും ചെയ്യും, തള്ളയെല്ലാം അവിടെ കിടക്കുകയും ചെയ്യും. സ്തോത്രം. ഓളോ മകളോ അല്ല, ഉപദേശം പറഞ്ഞു കൊടുക്കണം. ഉപദേശിക്കണമെന്നാണല്ലോ പുസ്തകത്തിലെ പ്രമാണം. അപ്പൊ റോമാലേഖനം മുതൽ ഇതൊന്നും ഞാനെല്ലാം പറയുന്നില്ല, പെട്ടെന്ന് അങ്ങ് ഓടിച്ചോടിച്ച് ഇത് കറക്റ്റ് അല്ലെന്ന് തോന്നി വായിച്ചു. അതല്ല, എനിക്ക് തോന്നി അത് കറക്റ്റ് അല്ലെന്ന്. ഞാനത് നോക്കിയാൽ ഞാൻ പരുവക്കേടാകും. അപ്പൊ ശ്രദ്ധിക്കുക, ഉപദേശ വിഷയങ്ങൾ ആ റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ. ഒടുവിൽ വെളിപ്പാട് പുസ്തകം. മറച്ചു വെച്ച കാര്യമെല്ലാം സമയമായപ്പോൾ ദൈവം മറനീക്കി വെളിപ്പെടുത്തി. അതാ വെളിപ്പാട് പുസ്തകം. ഈ വെളിപ്പാട് പുസ്തകത്തെ പറ്റി 1-2 കാര്യം പറഞ്ഞ ചെടുത്ത വാക്യത്തോട് വരാം. വെളിപ്പാട് പുസ്തകം എന്തോ ആരുടെ വെളിപ്പാടാ? ഒന്നാം വാക്യം വായിച്ചു വാച്ചാ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ഇത് കൂടാരപ്പള്ളി തൊമ്മന്റെ വെളിപ്പാടൊന്നുമല്ല. തൊമ്മന്റെ വെളിപ്പാട് കിട്ടിയതാ വിദ്വാൻകുട്ടി കുഴഞ്ഞത്. അറിയാമല്ലോ ചരിത്രം. തൊമ്മൻ അങ്ങനെ ഇരുന്നപ്പോ ഒരു പൂതി അളക്കം, യേശു വരുന്നെന്ന് പാവം പിടിച്ച വിദ്വാൻകുട്ടിയോടും പറഞ്ഞു. എല്ലാം കൂടെ പോയി കാത്തിരുന്നു, വന്നോ അതുമില്ല. കൊടയാവുന്നതിന്റെ പരമാവധി ദൈവത്തിന് മഹത്വം. പിന്നെ പുള്ളി പാട്ടുമൊക്കെ എഴുതി വെളിപ്പാട് 5-നെ ആസ്പദമാക്കി. എനിക്ക് പാടാൻ വയ്യെന്ന്, മൈക്കും അത്ര പോരാ, എനിക്ക് എൻ്റെ തൊണ്ട അത്ര നല്ലതല്ല. മന്നവേന്ദ്ര വല പാകേ നീണുന്ന പുസ്തകത്തെ മന്നവേന്ദ്രൻ വല പാകേ
പുസ്തകത്തെ വർണ്ണപൂർണ്ണ കൃതി വന്നി വാങ്ങി ചപോജിവി നവേന്ദ്രൻ പാലം പകർന്നിടുന്ന പുസ്തകത്തെ സമയം പോയതുകൊണ്ട് പാടുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, വെളിപ്പാട് പുസ്തകം മറനീക്കി വെളിപ്പെടുത്തിയതാ. ചെറിയ ആൾക്കാർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം. ഇതൊക്കെ നന്നായിട്ട് പ്രസംഗിക്കുന്ന പഠിപ്പിക്കുന്ന ശ്രേഷ്ഠരായ ധാരാളം ദൈവദാസന്മാരുണ്ട്. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളവർ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറി കൈവെക്കുന്നില്ല. കാരണം എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തടത്ത് കയറി കൈവെക്കുന്നേ. എന്നാൽ ഒരു കാര്യം പറയാം, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം ചിലർ പറയുന്നത് മഹോദരവമാണ്. മഹോദരവം 7 വർഷമേ. നമ്മുടെ ഒരു ശ്രേഷ്ഠ ദൈവദാസനോട് ഒരാൾ ചോദിച്ചു, അച്ചായ മഹോദരവം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പുള്ളി പറഞ്ഞു, ഉപയോഗിച്ച ഉപദ്രവങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിറങ്ങി വരുന്നതാണ് മഹോദരവം. കാരണം നദികളെല്ലാം കൂടെ ഒന്നിച്ചു വന്ന് ചേരുന്നതാണ് മഹാനദി എന്ന് പറഞ്ഞ പോലെ അവിടെ ഇവിടെ ഇരിക്കുന്ന ഉപദ്രവങ്ങളെല്ലാം കൂടെ സമയമാകുമ്പം ഏതാണ്ട് ശരിയാ. അപ്പം ചില ആൾക്കാർ ധരിച്ചു വച്ചേക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മഹോദരവമാണ്. അത് വിഷയമാ, അതല്ല പ്രധാന വിഷയം. വേറെ ചില ആൾക്കാർ ധരിച്ചു വച്ചേക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം 144,000 അതൊരു വിഷയമാണ്. പക്ഷെ അതല്ല പ്രധാന വിഷയം. അതാ മെയിൻ വിഷയമാണെന്ന് പറഞ്ഞ് നടക്കുകയും പാടുകയും ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതല്ല വിഷയം. വേറെ ചില ആൾക്കാർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം 2 സാക്ഷികളാണെന്ന് 11 അതും വിഷയമാ, അതൊന്നും അല്ല പ്രധാന വിഷയം. വേറെ ചില പറയുന്ന വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം സൂര്യനെ ആണെങ്കിൽ ഒരു സ്ത്രീയെ, സൂര്യനെ ആ സ്ത്രീ തള്ളയാന്നാ ചെല്ല് പറയുന്നത്. അതൊന്നും അല്ല വിഷയമാ തള്ള. എന്നാലും അതൊന്നും വെളിപ്പാട് പുസ്തകത്തിൽ പ്രധാനമായിട്ട് 4 പെണ്ണുങ്ങളാണല്ലോ. 1-2 അധ്യായത്തിലുണ്ട് ഇസബേല്. അമ്മാമ എങ്ങനെയാന്ന് വെച്ചാൽ പാസ്റ്റർമാർക്ക് ക്ലാസ് എടുക്കുന്ന അമ്മാമയാണ്. ദൈവദാസന്മാരെല്ലാം പോയിരിക്കും അമ്മാമയുടെ ക്ലാസ് കേൾക്കാൻ. അങ്ങനെ വായിച്ചുണ്ട്. എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുന്ന അങ്ങനെ തന്നെ എഴുതിയേക്കുന്നു. ക്ലാസ് എടുക്കുന്ന അമ്മാമ ഒരു സഹോദരി, 2 സൂര്യനെ അണിഞ്ഞ അമ്മാമ, 2 എല്ലാം നല്ല ഏറ്റ പുള്ളിക്കാരാ. പിന്നെ ഒരു ചുമന്ന മൃഗത്തിന്റെ പുറത്തിരിക്കുന്ന ഒരു തള്ള 17 അല്ലേ, അതും ചുമന്ന വസ്ത്രമൊക്കെ. എല്ലാവർക്കും സംശയമാണെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ ശൈലി പറയുന്നത് ഉള്ള കാര്യമായി പറഞ്ഞു. അച്ഛാ 17 3 വായിച്ചേ, നിങ്ങൾക്കൊന്നും വിശ്വാസമില്ല. എടുത്തവർ പെട്ടെന്ന് വായിച്ചോ, നേരം പോകുന്നത് കൊണ്ടാണ്. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടുംചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. 3ാമത്തെ സഹോദരിയാ, ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇരിക്കുന്നത് എങ്ങനാ? ആ സ്ത്രീ ധൂമ്രവസ്ത്രവും കടുംചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്ന് രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ അതെല്ലാം വിവരിക്കുന്നില്ല. ഈ സ്ത്രീ ഒറ്റ വാക്കിൽ ആരാന്ന് പറയാ, തെളിയിക്കാൻ നേരമില്ല. ഒറ്റ വാക്കിൽ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. അന്തിക്രിസ്തു എന്നൊക്കെ ചിലർ പറയും. ശരിയായ പ്രയോഗം എതിർക്രിസ്തുവിന്റെ മണവാട്ടി. ഇരിക്കുന്നത് എവിടാ? ഒരു മൃഗത്തിന്റെ പുറത്ത്. മൃഗത്തിന്റെ കളറ് ചുമന്നത്. അമ്മാമയും ചുമന്ന വസ്ത്രം ധരിച്ച. അപ്പൊ കണ്ടമാനം ചുമപ്പും ഒക്കെ ഉടുത്ത് സഭായത്തിന് വരുമ്പോൾ ഓർത്തോണം. ഇന്നിപ്പോ കൺവെൻഷന് കുഴപ്പമില്ല, കൺവെൻഷനല്ലേ. കഴിവിന്റെ പരമാവധി സഭായത്തിനൊക്കെ കണ്ടമാനം കടും കളറ് ചുമപ്പും ഒക്കെ വരുമ്പോൾ ഓർത്തോണം 17 തള്ള സഭായത്തിന് വന്നിട്ടുണ്ട് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. മിണ്ടുന്നില്ല. പൊന്നും മുത്തും രക്തവും ഒക്കെ അണിഞ്ഞ് എല്ലാം വിവരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ആത്മീക വ്യഭിചാരമാ. എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ വിട്ട്, ഏകദൈവത്തെ വിട്ട്, നിത്യദൈവത്തെ വിട്ട്, സാക്ഷാൽ ദൈവത്തെ വിട്ട് വേറെ ജാരന്മാരുടെ പുറകെ പോകുന്ന കാര്യം. അതാണ് എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. എന്നാൽ 4ാമതൊരു സ്ത്രീയുണ്ട്.
വരിക കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാം. കാണിച്ചത്. അതാ 4-ാമത്തെ ആ ഗണത്തിലായിരിക്കണം ഞാനും നീയും പെടുന്നത്. ആമേൻ. Praise the Lord. ആ സ്ത്രീക്ക് ചുമന്ന വസ്ത്രമൊന്നുമല്ല, വെള്ളയാ. 19:11 അങ്ങനല്ലേ പറഞ്ഞേ? 19:11 വെള്ളക്കുതിരപ്പുറത്ത് സ്വർഗത്തിലെ സൈന്യവും വെള്ളക്കുതിരപ്പുറത്ത്. അത് വിശുദ്ധന്മാരെ കാണിക്കുന്ന പദങ്ങളൊക്കെയാ. ദൈവത്തിന് മഹത്വം. മുത്തും രത്നമൊന്നുമില്ല. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. ആ. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് അതിന്റെ മേലിരിക്കുന്നതിന് വിശ്വസ്തനും സത്യവാനും എന്ന പേര്. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. ആ. അവന്റെ അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. ആ. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. സ്വർഗത്തിലെ സൈന്യം, അടുത്ത വാക്യം കൂടെ. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് ആ. വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ ചുരുക്കി പറഞ്ഞാൽ അനുഗമിച്ചു. മൊത്തം വെള്ളക്കുതിരയാ. വിശ്വസ്തനും സത്യവാനും എന്നൊരുവന്, അവന്റെ പേര് ദൈവവചനം, അവിടുന്ന് വെള്ളക്കുതിരപ്പുറത്ത് വരുന്നു. സ്വർഗത്തിലെ സൈന്യം അതും വെള്ളയൊക്കെ ധരിച്ച് വിശേഷമായ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിര, മുഴുവൻ വെള്ളക്കുതിരയാ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പ്രസംഗിച്ച് പറഞ്ഞു, വെള്ളക്കുതിരയെല്ലാം ഒന്നും നല്ലതല്ല. കാണുന്ന വെള്ളക്കുതിരയെല്ലാം നമ്മുടെതാന്ന് കയറി പറയരുത്. 6-ാം അധ്യായത്തിൽ വെള്ളക്കുതിരയുണ്ട്. 6:1 വായിച്ചു. 6:1 വെളിപ്പാട് പുസ്തകം, വെളിപ്പാട് 6:1. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ എന്ന 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ഇത് വേറെ കക്ഷിയാ. ചുരുക്കി പറഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞേക്കാം, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഈ 6 വായിക്കുന്ന വെള്ളക്കുതിരയോ ഇതൊന്നുമല്ല. ആമേൻ. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം പുതിയ യെരൂശലേമല്ല. ആമേൻ. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം കുഞ്ഞാടിന്റെ കല്യാണവും അല്ല. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഒറ്റ വാക്കി പറയുക, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാ. അതാ 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെല്ലാം ആ വെളിപ്പാടാ കാണട്ടെ. നമുക്ക് ആ ഭാഗം വിട്ടൊക്കെ എടുത്ത ഭാഗത്തോട് വരണമല്ലോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകം പുതിയ നിയമത്തിൽ, 2-ാമത്തത് 21 ലേഖനങ്ങൾ ഉപദേശം, 3-ാമത്തത് വെളിപ്പാട് പുസ്തകം. നമ്മൾ ഇന്ന് രാത്രി ആദ്യത്തെ 5 ചരിത്ര പുസ്തകത്തിലെ 4-ാമത്തെ ചരിത്ര പുസ്തകമാകുന്ന യോഹന്നാന്റെ സുവിശേഷം, അച്ചായനെ പ്രാർത്ഥനയ്ക്ക് സമർപ്പണത്തിന് ആ വാക്യം ഉരുവിട്ടപ്പോൾ അതിൽ നിന്ന് 2 കാര്യം പറയാമെന്ന് എനിക്ക് ചിന്ത വന്നത് കൊണ്ട് അത് തന്നെ അങ്ങ് വായിച്ചത്. തന്നെയല്ലേ ആദ്യ ദിവസവും ഇത് സുവിശേഷ യോഗത്തിന്റെ നടപടിക്രമങ്ങളും ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ തന്നെ പോട്ടെന്ന് ഞാനും ചിന്തിച്ചു. ദൈവത്തിന് മഹത്വം. ചുരുക്കി പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇതൊക്കെ അറിയാം. എങ്കിലും അറിയാത്ത ആരെങ്കിലും ദൂരത്തോ ചാരത്തോ ഓൺലൈനിലോ ഒക്കെ ആരേലും ഒരാളെങ്കിലും കേൾക്കുന്നെങ്കിൽ അവരുടെ അറിവിന് പറയുക, യോഹന്നാന്റെ സുവിശേഷം എന്ന് പറഞ്ഞ് എന്താ ഈ സുവിശേഷം? സുവിശേഷം എന്തുവാ? നാളുകളായിട്ട് കേൾക്കുന്ന പദമാ സുവിശേഷം. എന്തുവാ ഈ സുവിശേഷം? എന്റെ പ്രിയരെ, സുവിശേഷം മതം മാറ്റമല്ല, സുവിശേഷം സഭ മാറ്റുന്നതല്ല, സുവിശേഷം കോലാഹലവും ബഹളവും ഉണ്ടാക്കുന്നതല്ല, സുവിശേഷം നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തുന്നതല്ല, സുവിശേഷം ഭീഷണിപ്പെടുത്തിയ ആൾക്കാരെ മതത്തിൽ ചേർക്കുന്നതല്ല, സുവിശേഷം തത്വസംഹിതകൾ വിളമ്പുന്നതല്ല, സുവിശേഷം പ്രത്യേക ശാസ്ത്രങ്ങൾ നിരത്തുന്നതല്ല, സുവിശേഷം ആളെ കൂട്ടി പിള്ളേരുടെ ഭാഷ പറഞ്ഞ ആള് ഓളോ ബഹളോ മേളോ ഉണ്ടാക്കുന്നതല്ല സുവിശേഷം. സുവിശേഷം ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തി മതത്തിൽ ചേർക്കുന്നതല്ല. സുവിശേഷം നാട്ടുകാരുടെ യാത്രാ തടസ്സം ഉണ്ടാക്കുന്നതല്ല. അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. നമ്മൾ അത്യാവശ്യ കാര്യത്തിന് പോകുമ്പോൾ ആ റോഡ് ബ്ലോക്ക് ചെയ്തു, ഒന്നും നമുക്ക് മിണ്ടാൻ പറ്റില്ല. നമ്മൾ എങ്ങാനും ഒന്ന് നോക്കിയാൽ ഉടനെ നമ്മുടെ വണ്ടിക്കിട്ട് അടിച്ചു. പിന്നെ മിണ്ടാതെ നമ്മളൊരു സൈഡിൽ, നിങ്ങളാരും യാത്രയൊന്നും ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. ആട്ടെ, നിങ്ങളെല്ലാം പറന്നു പോകുന്നവരാ, ആയിക്കോട്ടെ. റോഡ് ബ്ലോക്ക് ചെയ്യുന്ന നല്ല സുവിശേഷം, അയലത്തുകാരുടെ സ്വസ്ഥത കെടുത്തുന്ന നല്ല സുവിശേഷം. പിന്നെന്തുവാ സുവിശേഷം? മതം മാറ്റുന്നതല്ല, സഭ മാറുന്നതുമല്ല, ഈ സഭയിൽ ഇരുന്നവനെ ആ സഭയിലോട്ടാക്കി, അതൊന്നുമല്ല സുവിശേഷം. സംഘടന മാറുന്നതല്ല, തലയാഴ്ച ഒരു ബോർഡ്, പിറ്റേന്ന് ചെന്നപ്പം ആ ബോർഡ് മാറ്റി വെച്ച് വേറൊരു ബോർഡ്, ആഴ്ച ബോർഡ് മാറ്റുന്നതാണ് സുവിശേഷം.
അല്ല, പിന്നെ എന്തുവാ ഈ സുവിശേഷം? സുവിശേഷം എന്തുവാന്ന് ഒറ്റ വാക്കി പറയാ, ആമേൻ, നസറയനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. അറിവുള്ള വാക്യമാ എങ്കിലും എടുത്തെങ്കിൽ വായിച്ചോ. തിമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വളരെ ക്ലിപ്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ സുവിശേഷം എന്താന്ന്. എടുത്തെങ്കിൽ വായിച്ചോ, എടുത്തെങ്കിൽ വായിര്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ, വായിച്ചേ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ഇന്ന് രാത്രി തണ്ണിത്തോട്ടുകാരോട് ഒന്നുകൂടെ ആവർത്തിച്ച് ഓർപ്പിക്കുക, എന്തുവാ സുവിശേഷം? ഒറ്റവാക്കി പറയാൻ, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമാനുവൻ ഇവൻ താനേ. കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമാനുവൻ ഇവൻ താനേ. എന്തുവാ സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, അതാ സുവിശേഷം. എല്ലായിടത്തും പറയുന്ന കാര്യം ഒന്നുകൂടെ അങ്ങ് ആവർത്തിക്കുക. ദൈവത്തിന്റെ മുഖത്വം. ചിലരൊക്കെ എന്നെ വിളിച്ച് നേരത്തെ നിർദ്ദേശം തന്നു, വേറൊന്നും പറയരുതെന്ന്. വേറെ ഞാനല്ലേലും ഒന്നും പറയത്തില്ല, ഇതൊക്കെ പറയുള്ളൂ. വേറെ എന്നാ പറയാനേ? വേറൊന്നും പറയാൻ എനിക്ക് അറിയത്തുമില്ല. പക്ഷെ ഇത് പറയും സുവിശേഷം. അപ്പൊ എന്തുവാ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? ചെല്ലു പറയാ കുറെ എണ്ണത്തിന്റെ വയറ്റിപ്പഴപ്പിനാന്ന്. വേറൊരാള് പറഞ്ഞു ഒരു ജോലിയും കൂലിയില്ലാത്ത കുറെ അവന്മാര് മൂഴി മുതൽ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഒരു ജോലി, ഇത് ജോലിയും കൂലിയില്ലാത്തവരുടെ മാർഗമല്ല. ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം വിദ്യാഭ്യാസവും യോഗ്യതയുള്ളതാ. പിന്നെ ഇച്ചിരി കുറവുള്ളത് എനിക്കേ ഉള്ളൂ. അതെ, ഇവരെല്ലാം വിദ്യാഭ്യാസമുള്ളവരാ. വിവരമില്ലാത്തത് എന്നെപ്പറ്റി അങ്ങനെ വിവരമില്ലെന്നാ പറയുന്നത്. അത് സത്യവുമാണ്. അതെ, ദൈവത്തിന് മഹത്വം. വിവരമില്ല. ഇത് ജോലിയും കൂലിയും ഇല്ലാത്തവരുടെ മാർഗമല്ല. എന്തിനായി സുവിശേഷം? സുവിശേഷം എന്തിനാന്ന് ചോദിച്ചാൽ സകല മനുഷ്യരും രക്ഷപ്പെടാൻ. തീത്തോസിന്റെ ലേഖനം 2:11 വായിക്കുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടണം, സകല വ്യക്തികളും രക്ഷപ്പെടണം. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വ്യക്തി, ഒരേ ഒരു വാതിൽ. അത് നസറയനാകുന്ന യേശു. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ മതത്തിന്റെ സംഘടനയുടെ ആളല്ല. അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാ. നീ ഏത് മതത്തിലോ കുലത്തിലോ കുടുംബത്തിലോ നിറത്തിലോ നിലവാരത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ആമൻ ദൈവത്തിനൊന്നും വിഷയമല്ല. ആമൻ ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ ഇഷ്ടപ്പെടുന്നു. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഏത് വ്യക്തിക്കും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. ഏത് വ്യക്തിക്കും യേശുവിന്റെ അടുക്കൽ വരാം. കറുത്തവനും വരാം, വെളുത്തവനും വരാം, കാശുള്ളവനും വരാം, കാശില്ലാത്തവനും വരാം. ആമൻ കഴിവുള്ളവനും വരാം, കഴിവില്ലാത്തവനും വരാം. ഉന്നതന്മാരെന്ന് ചിന്തിക്കുന്നവർക്ക് വരാം, താഴേക്കിടയിലുള്ളവരെന്ന് ചിന്തിക്കുന്നവരും വരാം. വിദ്യാനിപുണന്മാർക്കും വരാം, വിദ്യാവിഹീനന്മാർക്കും വരാം. അല്ല, പണ്ഡിതനും പാമരനും ആർക്കും വരാം. കൊച്ചുങ്ങൾക്ക് വരാം, യൗവനക്കാരത്തേക്ക് വരാം, അമ്മച്ചിക്ക് വരാം, അപ്പച്ചന് വരാം, കൊച്ചുങ്ങൾക്ക് വരാം. എല്ലാവർക്കും യേശുവിന്റെ അടുക്ക വരാം. അടുത്തിരിക്കാം, തൊടാം, സംസാരിക്കാം. യേശുവിനെ അങ്ങോട്ട് തൊടാം, യേശു ഇങ്ങോട്ട്. ഒരു കുഴപ്പവുമില്ലെന്നുള്ളതാ. രാവിലെ വരാം, വൈകിട്ട് വരാം, ഉച്ചയ്ക്ക് വരാം, ഏത് സമയത്തും വരാം, ഏത് ദിവസത്തിലും വരാം. അത് അർദ്ധരാത്രിക്ക് വേണേലും വരാം. അല്ലാതെ ഇപ്പം ഇനി യേശുവിനെ കാണാനൊക്കത്തില്ല, അടച്ചു.
ഇല്ല, എപ്പോ വേണേലും വരാം. ആ ചിങ്ങമാസത്തിൽ വരാം, കന്നി മാസത്തിൽ വരാം, ചിങ്ങം കന്നി തുലാവി വരാം, വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഏടവം മിഥുനം കർക്കിടകം, ഏത് മാസത്തിലും വരാം, ഏത് വർഷവും വരാം. അല്ലാതെ 5 വർഷം കൂടുമ്പോ 8 വർഷം കൂടുമ്പോ 12 വർഷം കൂടുമ്പോ ഒന്നുമല്ല. ഏത് ദിവസവും ഏത് സമയത്തും ആർക്കും വരാം യേശുവിന്റെ അടുക്കൽ. ആ യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു. യേശുവോടു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. യേശുവോടു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. ഇന്ന് രാത്രി യേശുവിന്റെ അടുക്കവ, നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. അപ്പൊ എന്തുവാ ഈ സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊണ്ട് കൊടുക്കണ്ട, കാഴ്ചദ്രവ്യം വെക്കണ്ട, നിരതദ്രവ്യം ഒന്നും വെക്കണ്ട, അരി കൊടുക്കണ്ട, തുണി കൊടുക്കണ്ട, മണി കൊടുക്കണ്ട, ഗിണി കൊടുക്കണ്ട, ആടിനെ കൊടുക്കണ്ട, കോഴിയെ കൊടുക്കണ്ട, മാടിനെ കൊടുക്കണ്ട, പോത്തിനെ കൊടുക്കണ്ട, കാളയെ കൊടുക്കണ്ട, വസ്തു എഴുതി കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. മതങ്ങളെല്ലാം പഠിപ്പിക്കുന്ന കൊണ്ടുവാ 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 കൊണ്ടുവാ, കൊടുത്തിട്ട് ബോധിക്കുന്നു. സകല മതങ്ങളും, ഇസ്ലാം മതോ, ഹൈന്ദവ മതോ, ക്രൈസ്തവ മതോ, പാഴ്സിയും ബുദ്ധനും ജൈനനും എന്ന് വേണ്ട സകല മതങ്ങളും ഓരോന്നിന് പരിഹാരം വരാൻ കൊണ്ടുവാ കൊണ്ടുവാ കൊണ്ടുവാ. എന്നാൽ യേശു പഠിപ്പിക്കുന്നത് നീ ഒന്നും കൊണ്ടുവരണ്ട. നീ അവിടെ ഇരുന്നൊരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ യേശുവേ എൻ്റെ കയ്യിൽ തരാനൊന്നുമില്ല, പക്ഷെ ഇന്ന് രാത്രി എന്നെ തരിക. എൻ്റെ കയ്യിൽ എനിക്ക് പൈസയില്ല, അരിയില്ല, തുണിയില്ല, ഒന്നുമില്ല. എൻ്റെ കയ്യിൽ ഒന്നും തരാനില്ല, അവൻ വസ്തു തരാനില്ല, പൈസ തരാനില്ല. പക്ഷേ ഇന്ന് രാത്രി അവൻ കൈ മലർത്തിക്കൊണ്ട് പറയാ, എൻ്റെ ദൈവമേ ഇന്ന് രാത്രി എന്നെ തരിക. ഇന്ന് രാത്രി അങ്ങനെ ആര് പ്രാർത്ഥിക്കും, ആര് കടന്നു വരും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. അവിടുന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനോ, അവിടുന്ന് വിടുവിപ്പാൻ കഴിവുള്ളവനോ ഇന്ന് രാത്രി. അതുകൊണ്ട് നിന്റെ രക്ഷാ ദിവസമാ, സമയം നഷ്ടപ്പെടുത്തരുത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഓടിച്ചു പോകാം, ഓടിച്ചു. എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. സുവിശേഷത്തിന്റെ വിശേഷത എന്നാ? ഒത്തിരിയുണ്ട് സുവിശേഷത്തിന്റെ വിശേഷത. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും അറിയാം സുവിശേഷത്തിന്റെ ഒരു വിശേഷത ഒത്തിരി ഉണ്ട്. ഒന്നേ പറയാൻ ഇപ്പോൾ ഒക്കുവുള്ളൂ. സുവിശേഷത്തിന്റെ ഒരു വിശേഷത ഇത് തന്നെ എഴുതിയിട്ടുണ്ട്. ഇതേ സമാധാന സുവിശേഷം. അതാ അങ്ങനെ എഴുതിയേക്കുന്നത്. അറിവുള്ള വാക്യമാണ്. 6:14 6:14 വായിച്ചേ. പിന്നെ അത് പറയാതിരുന്നത് അത് വായിക്കട്ടെ. അതിനില്ല. എഫേസ്യ ലേഖനം 6:14 6:10 മുതൽ ഒടുവിൽ കർത്താവിലും അമിതപരത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തുപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധം മരിപ്പിൻ. നമുക്ക് പോരാട്ടം മുതൽ ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങൾ, ലോകത്തിന് അന്ധകാരത്തിന് അധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയോടും അത്രേ. എന്നിട്ട് പറയാം, നിങ്ങൾ ദുർദിവസങ്ങൾ എതിർത്ത് കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധം ധരിപ്പീൻ, സത്യം നിങ്ങളുടെ അരക്ക് കെട്ടി, നീതി എന്ന കവചം ധരിച്ച്. അടുത്ത പദം 14 വായിച്ചു. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. തെളിഞ്ഞല്ലോ. ഈ സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാന സുവിശേഷമാണ്. അതല്ല, അയ്യോ പറയാം, സുവിശേഷം എവിടെയും വന്ന സമാധാനം തരിക. ആൾക്കാരെ കൊല്ലുന്ന മാർഗമല്ല സുവിശേഷം. ആൾക്കാരെ അന്യോന്യം അടിപിടി ഉണ്ടാക്കുന്ന മാർഗമല്ല സുവിശേഷം.
ജാതിയോടും മതത്തോട് തമ്മിൽ അടുപ്പിക്കുന്ന മാർഗമല്ല സുവിശേഷം. ഞങ്ങൾ ജാതിയിൽ ഇച്ചിരി വലിയ പുള്ളിക്കാരാ, മറ്റവര് ജാതിയിൽ മറ്റവനാ ഒന്നുമല്ല. ഈ വേദപുസ്തകത്തിലെ പ്രമാണം എന്നാണെന്നറിയാമോ? ഈ ഭൂമിയിൽ പാർക്കുന്ന സകല മനുഷ്യനും ഒറ്റ ഒരുത്തന്റെ സന്തതിയാണ്. അങ്ങനെ നമ്മുടെ ആൾക്കാരും വിശ്വസിക്കുന്നില്ല കേട്ടോ. ഇല്ലില്ല, എല്ലാവരും ഒന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കാതെ നമ്മൾ ഇങ്ങനാണോ ഇടപെടുന്നത്? ഇതെടുത്തോണ്ട് ഇങ്ങനെ നെടുകാൻ കൂടെ ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ. ഒറ്റ ഒരുത്തന് വിശ്വാസമില്ല. ഇല്ലെന്ന് തീർത്ത് പറയുന്നില്ല, 1-2 പേരൊക്കെ വിശ്വസിക്കുന്നുണ്ട്. തീർത്തെങ്ങനാ പറയുന്നേ? 1% വേണമല്ലോ. മിക്ക ഇതൊന്നും വിശ്വാസമില്ല. പിന്നെ ചുമ്മാ അല്ലിയോ ഗ്ലോറി, അത് ശീലിച്ചു പോയത് കൊണ്ടാണ്. നന്നായിട്ടുള്ള ഡ്രൈവർമാര് പറയണ്ട, വളവ് വരുമ്പോ തന്നെ അവര് ഇത് കുറച്ച് വർഷങ്ങളായിട്ട് ശീലിച്ചു പോയത് കൊണ്ടാണ്. ഒറ്റ കൈ കൊണ്ടാന്നേലും പുതുതായിട്ട് പഠിച്ചവൻ 2 കൈയും കണ്ണും കാലും എല്ലാം നോക്കി. ചില സഹോദരിമാര് പോകുന്ന കണ്ടിട്ടില്ലേ? സ്കൂട്ടറെ പോകുന്ന ഭർത്താവിയുടെ എടുത്തു കൊടുത്തതാ, പേർഷ്യയെ പോയി ഇല്ല വള്ളം തൊഴാൻ പോയ സ്കൂട്ടറെ പോകുന്നു. അത് കുഴപ്പമില്ല, പൊക്കോ. അന്നേരം ഒട്ടും കഴിവില്ലാത്തവൻ തേണ്ട വരുന്നു 2 കൂടെ. പിന്നെ മിക്കവരും റോഡിൽ വെച്ച് വിശുദ്ധ ചുംബനം കൊടുക്കുക. കണ്ടിട്ടില്ലേ? വിശുദ്ധ ചുംബനം നടത്തി. ഇതെല്ലാവരും ഒന്നും വിശ്വസിക്കുന്നില്ലെന്ന് ബൈബിൾ നമ്മൾ അടിച്ചിറക്കുന്നുണ്ട്. ചോദിക്കാറുണ്ട്, ബൈബിൾ ഉണ്ടോ? എന്തിനാ? ഞങ്ങൾക്കൊരു 50 എണ്ണം വേണം. നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? എല്ലാ കൊല്ലവും നീ 50, 100 ഇങ്ങനെ കയറ്റി വിടുക. എടാ, 50, 100 വിട്ടില്ലെങ്കിലും നീ ഇത് വിശ്വസിക്കുന്നോ? നമ്മുടെ പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇത് വിശ്വസിച്ചതാ. പിന്നെ ഗ്രാൻഡ് ഫാദർ എന്തുവാ ഇതിന്റെ പ്രമാണം? ഒരു പ്രമാണം പറയും. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. ഇത് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും നമ്മൾ പറയുന്ന പുള്ളി നിങ്ങളുടെ കൂടെ അല്ലേ? നമ്മുടെ കൂടെ മറ്റേതാ. ഞാൻ പറയുന്ന പാസ്റ്റർക്ക് പിടി കിട്ടുന്നില്ലേ? എടാ, ആദ്യം ഇത് നീ വിശ്വസിക്കേ, എന്നുവെച്ച് നീ മറ്റുള്ളവനോട് പറ. ഇതിനകത്തെ പ്രമാണം എന്നാന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന സകലയാണ്. ഇവിടെ ഇരിക്കുന്നത് മാത്രം തണ്ണിത്തോട് മാത്രമല്ല, തണ്ണിത്തോടും തേക്കതോടും മണ്ണീറ് ഗുരുനാഥം മണ്ണും പിന്നെ ഏതാ നമ്മുടെ കടമന്റെ പിന്നെ നമ്മുടെ തഴവായ ശൗമേലിച്ചാന്റെ വീടിന്റെ ആ സ്ഥലം വേറൊരു പേര് കൂമ്പാക്കുളം. പിന്നെ ആ പൂച്ചക്കുളം എന്തേലും ആയിക്കോട്ടെ, സകലയെണ്ണു തേക്കതോട് ഞാൻ പറഞ്ഞു. അമ്മാമ്മയ്ക്കൊരു സങ്കടം പറഞ്ഞു. റാന്നിയും കോന്നി പത്തനംതിട്ട ജില്ലയും കേരളത്തിലും അല്ല, ഓരോ ജില്ലയിൽ അല്ല, ഇന്ത്യക്ക് ഈ ഭാരത മണ്ണിലുള്ള സകല സംസ്ഥാനത്തുള്ളതും അല്ല, പാകിസ്ഥാനിലെ, ഇന്ത്യയിലെ, ചൈനയിലെയും ബർമയിലെയും ഭൂട്ടാന്റെ അമേരിക്കതും എന്ന് വേണ്ട ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് ആരൊക്കെയുണ്ട് അവരെല്ലാം ഒറ്റയൊരുത്തന്റെ സന്തതിയാണ്. അങ്ങനെയായി വേറെ പുസ്തകം പഠിപ്പിക്കും. അല്ലാതെ കുറെ എണ്ണം മുഖത്തിൽ നിന്ന് വന്ന്, കുറെ എണ്ണം നെഞ്ചിന്റെ അവിടെ നിന്ന് വന്ന്, കുറെ എണ്ണം കാലിന്റെ അവിടെ വന്ന്, കുറെ എണ്ണം കാലിന്റെ കീഴെ നിന്ന് ആരാടാ ഉണ്ടാക്കിയത്? എന്നെ പേടിച്ചിരിക്കുകയാണോ? ഞാൻ സത്യമാ പറഞ്ഞേ. തല്ലുകൊള്ളുക പകുതി ഞാൻ തരും, പകുതി ഞാൻ കൊണ്ടുപോകും. എന്തിനാ തല്ലുകൊള്ളുന്ന കാര്യം പറയുന്നതല്ലേ? ഇത് മുഖത്തിൽ നിന്നും കാലിന്റെ അവിടുന്നും അരയെന്നും കയ്യിന്നും വന്നതല്ല, ഒറ്റ ഒരുത്തന്നെ സന്തതിയാണ്. അങ്ങനെ ആ സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ഇച്ചിരി വലിയ പുള്ളിക്കാരെ, അവൻ കുറഞ്ഞത് അല്ലല്ലല്ല. ഈ സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത് ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. അതുകൊണ്ട് സകല ആൾക്കാർക്കും രക്ഷാമാർഗം ഒന്ന്. അതുകൊണ്ട് ഒറ്റ രക്ഷകൻ, ഒരു സൂര്യനല്ലേ ഉള്ളൂ. ഹിന്ദുക്കൾക്ക് ഒരു സൂര്യൻ, ക്രിസ്ത്യാനിക്ക് ഒരു സൂര്യൻ, മുസൽമാൻ ഒരു സൂര്യൻ, പാഴ്സിക്കും ബുദ്ധനും വേറൊരു സൂര്യൻ, അവൻ പിന്നെ അമേരിക്ക അല്ലടാ, ഒറ്റ സൂര്യനേ ഉള്ളൂ. എല്ലാവർക്കും ഒരു സൂര്യൻ. രാത്രിയിൽ അവൻ ഒരു ചന്ദ്രൻ, സ്തോത്രം, ഒരു ഭൂമി. അങ്ങനെയാണെങ്കിൽ തറപ്പിച്ച് പറയാം, ഒരു ദൈവം.
ഏകദൈവം, ഏകദൈവം, സത്യദൈവം. ഇത് ആരുടെയും തരം തിരിക്കരുത്. ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, നസറേയനാകുന്ന യേശു. എന്തുവായി സമയം? 9 നിർത്തട്ടെ. എന്താ നിങ്ങൾ പറ, നിങ്ങൾ പറ. അല്പസമയം കൂടെ എടുക്കും. എത്ര എടുക്കണമെന്ന് അല്പസമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് പെട്ടെന്ന് പറ. 15 മിനിറ്റ് ആയിക്കോട്ടെ. യേശുക്രിസ്തുവാണ് സത്യദൈവം. ഇതൊരു വിഭാഗത്തിനോ മതത്തിനോ സംഘടനയ്ക്കുള്ളതല്ല, മുഴു ലോകത്തിന്റെ ദൈവമാണ്. ചത്തമർത്തിയാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ട, ചത്തമർത്തിയാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ട, 100 ദൈവങ്ങൾ സത്യദൈവം ഒന്നേയുള്ളൂ. 100 ദൈവങ്ങൾ സത്യദൈവം ഒന്നേയുള്ളൂ. ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളുടെ ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളുടെ ഏക സത്യദൈവമേയുള്ളൂ. ഏക സത്യദൈവം ഒന്ന്, ഏക രക്ഷിതാവും ഒന്ന്. ഏക സത്യദൈവം ഒന്ന്, ഏക രക്ഷിതാവും ഒന്ന്. ഏക സത്യദൈവം ഒന്ന്, ഏക രക്ഷിതാവും ഒന്ന്. ഏക രക്ഷിതാവുമുണ്ട്. ഏക സത്യദൈവം ഒന്ന്, ഏക രക്ഷിതാവും ഒന്ന്. ഏക സത്യദൈവം ഒന്ന്, ഏക രക്ഷിതാവും ഒന്ന്. ഏക സത്യവേദം ഒന്ന്, ഏക രക്ഷാമാർഗമൊന്ന്. ഏക സത്യവേദം ഒന്ന്, ഏക രക്ഷാമാർഗമൊന്ന്. ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളുടെ ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളുടെ ഏക സത്യദൈവമേയുള്ളൂ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ആളല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാണ്. അതന്നെ സകല എണ്ണ ഒറ്റയൊരുത്തന്റെ സന്തതിയാ. ദൈവത്തിൽ നിന്ന് മാറിയത് കൊണ്ടല്ലേ പ്രശ്നമെല്ലാം വന്നെ അല്ലേ? ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഈ മാർഗത്തിൽ വന്നെ. അപ്പൊ അന്ന് നാമം ജപിക്കുമ്പോൾ ഒരു വരി ഹരിനാമ കീർത്തനത്തിലുണ്ട്. ഇതിപ്പോ ചൊല്ലിയ നമ്മുടെ പെന്തിക്കോസുകാർ പറയും അയാളിപ്പം ഹരിനാമ കീർത്തനം ചൊല്ലി നടക്കുക എന്ന് പറയും. ഇത് മാത്രം കട്ട് ചെയ്തിടുന്ന ബിരുദന്മാരുണ്ട്. ഞാൻ ദയവ് ചെയ്ത് അപേക്ഷയാണ്, നിങ്ങൾ പ്രസംഗം മൊത്തം വിടണം. അവിടുന്ന് ഇവിടുന്ന് ഇച്ചിരി കട്ട് ചെയ്ത് വെച്ച് പ്രത്യേക തലക്കെട്ടുമൊക്കെ കൊടുത്ത് കാശുണ്ടാക്കാനായിട്ട് ചെയ്യരുത്. നിന്റെ കുടല് ദൈവം പൊരിക്കും. പ്രസംഗം വിട്ടോ മൊത്തം വിട്ടു, എല്ലാവരും കേൾക്കട്ടെ. കേൾക്കാനില്ലയോ പ്രസംഗിക്കുന്നേ? നിന്റെ വരുമാനമാർഗം വർദ്ധിപ്പിക്കാൻ അല്പം വെട്ടിയെടുത്തേച്ച് അതിനൊരു പ്രത്യേക തലക്കെട്ട് കൊടുത്ത് എങ്ങാനും ഇട്ടാൽ നിന്നെ, നിന്റെ സന്തതിയെ, നിന്റെ കുടുംബത്തെ ദൈവം പൂരിപ്പിക്കും. ആ കിട്ടുന്ന കാശ് നിനക്ക് നിന്റെ സന്തതിക്കും എന്നെ ഒതകത്തില്ല. അച്ഛൻ വേറെ താണ്ട പറഞ്ഞേ, ഞാൻ കേൾക്കാത്ത പദമാണ് എനിക്ക് ഇഷ്ടമാണ്. ആ ഇച്ചിരി കട്ടി കുറവാ, ഞാൻ കട്ടിക്ക്. ഈ ദൈവത്തിൽ നിന്ന് അകന്നതാ പ്രശ്നം. അപ്പം നാമം ജപിക്കുമ്പോൾ ഹരിനാമം ഒന്നായ നിന്നയികരണ്ടെന്നു കണ്ടളവിലുണ്ട യോരിണ്ടൽ ബദമിണ്ട വതല്ല മമ പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാബലികൾ ഉണ്ടാകയെങ്കലിക നാരായണായ നമ. പണ്ട് ചൊല്ലിയിട്ടുള്ളതാ, വ്യാഖ്യാനിക്കുന്നില്ല. ഒന്നായ നിന്നയിക രണ്ടെന്നു കണ്ട അളവിൽ ഉണ്ടായൊരിണ്ടൽ ബദ മിണ്ടാവതല്ല
അങ്ങനെ വരണം. സകല എണ്ണ ഒറ്റയൊരു തന്നെ സന്തതിയാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരേ ഒരു രക്ഷകൻ, ഒറ്റ രക്ഷകനേ ഉള്ളു, ഒറ്റ രക്ഷകൻ. അത് ഒന്നുകൂടെ ഉറപ്പിച്ചു പറയാ, യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ മതത്തിന്റെ സംഘടനയുടെ സഭക്കാരുടെ ആളല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാ. സകല ആൾക്കാർക്കും യേശുവിനെ ആരാധിക്കാന്ന്, അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാ. ഓടിച്ചു നിർത്താൻ 15 കൂടെ തന്നത് കൊണ്ട് സന്തോഷം. ദൈവത്തിന് മഹത്വം. നമ്മുടെ ആൾക്കാരെ 8:45 ബൈബിളിന്റെ സിബും ഒക്കെ ഇട്ട്, കാരണം ഇനി ചെന്നേച്ചാ ഉണക്കച്ചപ്പാത്തി കഴിച്ചേച്ച ഒരു കുത്തും കുത്തിയേച്ച് കയറി കിടക്കാനാ. പിന്നെ ഈ ഏരിയയിലുള്ളവർക്ക് കണ്ടമാനം കുത്തില്ല, കാരണം ജോലി ചെയ്യുന്നവരാ. അങ്ങ് മറ്റേ ആ സൈഡൊക്കെ മുഴുവൻ കുത്താ. നിങ്ങളൊക്കെ നന്നായിട്ട് അധ്വാനിക്കുന്നവരാണല്ലോ, അതുകൊണ്ട് വലിയ ശല്യമില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ഇനി സുവിശേഷത്തിന്റെ വിശേഷത ഒത്തിരി ഉണ്ടതിൽ ഒന്നാ പറഞ്ഞേ, സമാധാന സുവിശേഷം. സുവിശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന സമാധാനമാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ സൗകര്യം കെടുത്ത് ജീവിച്ച ധാരാളം ആൾക്കാരുണ്ട്. പേടി സ്വപ്നം. ഞങ്ങൾക്ക് നമ്മുടെ ചർച്ചക്കോട്ടിൽ മരിച്ചു പോയി നമ്മുടെ ചെന്നാമറ്റം കുഞ്ഞുമാന ചായന് ഷർട്ട് ഊരി കഴിഞ്ഞാൽ മുഴുവൻ വെട്ടിൻ്റെ നമ്മളില്ലേ ഇങ്ങനെ മുഴുവൻ വേട്ട, വലിയ അഭ്യാസിയും തൻ്റെടിയും അടിപിടിയും. ചെന്നാമറ്റം കുഞ്ഞുമാന ചായന് നാടൻ ഭാഷ പറഞ്ഞ് വേറും അച്ഛനോട് ഞാനത് പറയുമെന്ന് ഇല്ല, ചില വിവരമൊക്കെ ഉണ്ട്. വേറും ഞങ്ങളുടെ വലിയപ്പൻ പറയാവില്ല, വെറുമായിരുന്നു. പിന്നെ അടക്കത്തിന് ഞാനും പോയതാ. പക്ഷേ എല്ലാവർക്കും കുഞ്ഞുമാൻ അവിടെ നിൽക്കുന്നത് പറഞ്ഞ ആ ഏരിയക്കൂടെ പെണ്ണുങ്ങൾ പോകുകയല്ല. പെണ്ണുങ്ങൾ പീടിയെ പോകുമ്പോഴേ കുഞ്ഞുമാൻ അവിടെ നിൽപ്പുണ്ട്. ഇന്ന് പീടിയെ പോകുന്നില്ല, കഞ്ഞി കുടിച്ചില്ല എന്നുള്ള പേടി സ്വപ്നമായിരുന്നു. എൻ്റെ അറിവിൽപ്പെട്ടവരുടെ കാര്യം ഇതുപോലെ 100 കേസുകളുണ്ട്. സ്തോത്രം. പക്ഷേ പുളിക്കക്കൊച്ചാൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. അതിനൊക്കെ ജോർജ് സാറിൻ്റെയൊക്കെ ശുശ്രൂഷയില്ലേ. പുളിക്കക്കൊച്ചായൻ വലിയ അഭ്യാസിയാണ്. അദ്ദേഹം ഒരിക്കലും ചെന്ന് കുഞ്ഞുമോനെ കാണാൻ ചെന്നപ്പോൾ ചോദിച്ചെന്ത് ഷാപ്പിലുണ്ടെന്ന്. നേരെ അവിടെ ചെന്ന് പൂച്ചക്കുഞ്ഞിനെ എടുക്കും പോലെ എടുത്തുകൊണ്ടിഞ്ഞ് പോന്നു. സുവിശേഷം പറഞ്ഞു. അവർ തമ്മിൽ അതുപോലെ ബന്ധമുണ്ടതുകൊണ്ടാണ് സുവിശേഷം പറഞ്ഞു. ആ മനുഷ്യനൊരു കുഞ്ഞാടിനെ പോലായി. വീട്ടിൽ സമാധാനം, ദേശത്ത് സമാധാനം. സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്. അല്ലാതെ കുഞ്ഞുമോനെ എടുത്തേച്ചു കുഞ്ഞുമോൻ്റെ വീണ്ടും വടിവാൾ കൊടുത്തേച്ചു, വത്സ കുഞ്ഞുമോനെ നീ എല്ലാവരെയും വെട്ടടാ, ഞാൻ നിന്നെ പ്രസാദിച്ചടാ. അതാണോ സുവിശേഷം? ഉടനെ വത്സം കൊടുവാളുമായിട്ട് അങ്ങ് ഇറങ്ങുക. ഈ സുവിശേഷം സമാധാനം തരുവെന്ന് മനസ്സിലായോ? എത്ര കുടുംബങ്ങൾക്ക് സമാധാനം ലഭിച്ചു. മദ്യപാനവും മെറുക്കൂത്തും പുകവലി ലഹരി പദാർത്ഥവും തെറിവിളി അനാവശ്യമായിട്ട് എത്ര കുടുംബം അലോഹ്യമായി വെച്ച കഞ്ഞി പോലും കുടിക്കാൻ പറ്റാത്ത എത്രയോ കാലങ്ങള്. 4 കാലയിലാ വരുന്നത്. കഞ്ഞിയും കലവെടുത്ത് ദൂരോട്ടെറിഞ്ഞ് കൊച്ചങ്ങൾ കട്ടിലിനടി കയറി പേടിച്ച് പാത്ത് ചില പിള്ളേർ അലറിക്കൂവി അപ്പുറത്തെ വീട്ടിലോടി. അപ്പുറത്തുകാർ ഇവിടെ വന്ന് ആരേക്കാന എത്ര കുടുംബങ്ങൾ. പക്ഷേ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഈ സുവിശേഷം ചെന്നു. അതായത് സമാനം. ഇപ്പൊ ആ വീടുകളിലൊക്കെ പോയി നോക്കിയേ. ഇപ്പൊ സന്ധ്യയാകുമ്പോ ഇരുന്ന് പാട്ട് പാടി പ്രാർത്ഥിക്കും. കപ്പ പുഴുങ്ങി മുളകുടച്ച് താന്നേല് ആമ പണ്ടത്തെ കാര്യമായി പറയുന്നത്. ആമ സന്തോഷത്തോടെ കടിച്ചേച്ച് വിശ്രമിക്കും. പ്രഭാതത്തിലും കേൾക്കാം സ്തോത്രവും പ്രാർത്ഥനയും. ഈ സുവിശേഷം സമാധാനം തരുന്നതാ. ദൈവത്തിന് അലോഗ്യമുണ്ടാക്കുന്നതല്ല. ആമൻ വർഗീയത വിളമ്പുന്ന നല്ല സുവിശേഷം. അയ്യോ വർഗീയതയൊന്നും വിളമ്പരുത് കേട്ടോ. ഒരു തള്ളയുണ്ട് ചുമ്മാ വിഷം തുപ്പി നടക്കുന്നൊരു തള്ള. എല്ലാ വിഭാഗത്തിലും ഉണ്ട്. വർഗീയത വിളമ്പരുത്. അമ്മ ചോദിക്കുന്ന ആരാന്ന്? അമ്മ ഞാൻ പിന്നെ പറയാം. അമ്മ ഇപ്പൊ തന്നെ അത് അറിഞ്ഞിട്ടേ ഉള്ളു ബാക്കി കാര്യം. യോഗം കഴിഞ്ഞ് പോകരുത് അവിടെ നിൽക്കുക. തള്ള ആരാന്ന് ഞാൻ പറയാം. പോകരുത് അവിടെ നിൽക്കണം. അല്ലെ നീ അറിയാതെ എന്നെങ്ങാനും കിടന്നില്ലേ, ഉറക്കം വന്നില്ലെങ്കിൽ ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ഒരു കാര്യം ഞാൻ പറയാം, വർഗീയത വിളമ്പരുത്. മനുഷ്യനെ മനുഷ്യനായി കാണണം. അലോഹ്യമുണ്ടാക്കിക്കരുത്. ഞങ്ങൾ ക്രിസ്ത്യാനികളാ, അവര് ഹിന്ദുക്കളാ, അവര് മുസ്ലിങ്ങളാ, കൊമ്പ് കോർത്ത് പറയരുത്. മനുഷ്യനെ മനുഷ്യനായി കാണണം. ഏത് വ്യക്തിക്കും അവന്റെ വ്യക്തിത്വമുണ്ട്.
ഇഷ്ടമുള്ള മനത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് അവനവന്റെ ഇഷ്ടമാണ്. പക്ഷേ മനുഷ്യനെ മനുഷ്യനായി കാണണം. അലോക്യമുണ്ടാക്കരുത്, തമ്മിൽ തല്ലിപ്പിക്കരുത്, ജാതി ജാതിയോടും വ്യക്തികളുമായിട്ട് അലോക്യമുണ്ടാക്കരുത്. ഇത് സമാധാനമാണ്. അതുകൊണ്ട് അതിനൊരു തെളിവ് തരാം. ഞങ്ങളുടെ ഉപദേശിമാരെയൊക്കെ ചിലർ തല്ലുന്ന കണ്ടിട്ടില്ലേ? നിന്നുകൊള്ളുക, അതെന്നാ? ഇത് സമാധാന സൂചകമായതുകൊണ്ടാണ്. പിന്നെ പണ്ട് ഞങ്ങളുടെ ഒരു അപ്പച്ചനുണ്ടായിരുന്നു. പുള്ളി തല്ലത്തില്ലായിരുന്നു. പുള്ളി പഴയ ഇച്ചിരി കാര്യമൊക്കെ അറിയാവുന്ന ആളാ. പുള്ളി പരിശോധന നടത്തിയപ്പോൾ ഒരാൾ വന്ന് തല്ലുകൊണ്ട് പുള്ളി ഇങ്ങോട്ട് തല്ലു വന്നപ്പോൾ എടാ തല്ലാതെന്ന് പറഞ്ഞു. അവൻ പിന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. അത് വേറെ കേസ്. പുള്ളി തല്ലാന്നെന്നേ പറഞ്ഞോളൂ. അത് ആരാന്ന് അമ്മയ്ക്ക് അറിയണമായിരിക്കും. അത് ഞാൻ യോഗം കഴിഞ്ഞ് പറഞ്ഞ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് സമാധാന സുവിശേഷമാണ്. മനസ്സിലായോ? കലക്കം ഉണ്ടാക്കുന്നതല്ല. സുവിശേഷം ഏത് വ്യക്തിയിൽ വന്നോ അവന് സമാധാനമാണ്. സുവിശേഷം ഏത് കുടുംബത്തിൽ വന്നോ ആ കുടുംബത്തിന് സമാധാനമാണ്. സുവിശേഷം ഏത് ദേശത്ത് വന്നോ ദേശത്തിന് സമാധാനമാണ്. സുവിശേഷം ഏത് സംസ്ഥാനത്ത് വന്നോ സംസ്ഥാനത്ത് സമാധാനമാണ്. ഈ കേരളത്തിലെ വലിയ അലോക്യവും വലിയ പ്രശ്നവും ഇല്ലാതിരിക്കുന്നത് ഇവിടെ പ്രാർത്ഥിക്കുന്ന സമാധാന സുവിശേഷം പറയുന്നത് കൊണ്ടാണ്. അത് അതിനൊരു തർക്കവുമില്ല. ഞങ്ങളുടെ പണി എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർക്കുന്നത് ഞങ്ങൾ രാജ്യത്തിനെതിരാന്നല്ല. ഞങ്ങളുടെ പണി ഞങ്ങളുടെ ഹോളിലോട്ടൊന്ന് പോവാ വെള്ളിയാഴ്ച. ഇനി എല്ലായിടത്തും പോകാനത്തില്ല. കാരണം തിരുവല്ലയിലോട്ടോ അവിടെ എന്നാ നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അവിടെ ഇരുന്ന് എന്നാ ചെയ്യുന്നതെന്ന് അറിയാമോ? ഞങ്ങൾ ഈ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമക്കളെല്ലാം അങ്ങനെയാ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, MLA മാര്, അത് പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. സ്തോത്രം. സകല MP മാർക്കും MLA മാർക്കും വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പാലിറ്റിയുടെയും താലൂക്കിന്റെയും കോർപ്പറേഷന്റെ ഒക്കെ സകല ആൾക്കാർക്ക്, ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി അവർകള്, ചീഫ് ജസ്റ്റിസ്, ക്യാബിനറ്റ്, എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. നശിച്ചു പോകാനല്ല, എല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ. ഇതാ നമ്മുടെ പണി. ഇവരോർക്കുന്നത്, ചിലരോർക്കുന്നത് നമ്മൾ സ്വസ്ഥത കെടുത്തുകയാണ്. അയ്യോ എടാ പൊട്ട, നീ വന്ന് നോക്ക് ഞങ്ങൾ എന്നാ ചെയ്യുന്നത്. ഞങ്ങളുടെ ഹോളിനകത്ത് കയറിക്ക് ഒരു ചുണ്ടരിവ പോലും നീ കൊണ്ടുപോകുകയല്ല. കുട്ടനാടൻ ഭാഷ ആ ചുണ്ടരിവ കണ്ടിട്ടുണ്ടോ? എങ്ങനെ ഇരിക്കും? ആ ചുണ്ടരിവ പോലും ഇരിക്കും. കുട്ടനാടൻ ഭാഷയാണ്. അവിടെയൊക്കെ കൊയ്ത്തരിവാളുണ്ട്. കൊയ്ത്തരിവാളിന്റെ അറ്റം ഇച്ചിരി മുറിച്ചെടുക്കുന്നത് ആ ചുണ്ടരിവ. ഞങ്ങളുടെ ഹോളിലൊന്നും നീ വന്ന് കയറ ഒരു പേനാക്കത്തി പോലും കാണുകയല്ല. അതെന്നാ? ഞങ്ങളുടെ മാർഗം സമാധാന സുവിശേഷമാണ്. ഇതിനകത്ത് വടിവാളുമില്ല, ഇടികട്ടയില്ല, നെഞ്ചക്കുമില്ല, നാടൻ ബോംബില്ല, മുളക് പൊടിയില്ല. മുളക് പൊടി പറയാൻ മേല, ചൂപ്പാവശ്യരിക്കുന്നു. ഇവിടെ ഒന്നുമില്ല. ഇതിനകത്ത് സമാധാന സുവിശേഷമാണ്. ഞാൻ വന്ന വണ്ടി നോക്ക്. ഈ ദൈവദാസന്മാർ വന്ന് എന്നെ നിർത്താൻ പറഞ്ഞതാണോ? പിന്നെ കുഴപ്പമില്ല, നല്ല കാര്യമാണ്. കണ്ണ് വെട്ടിയ ഉടനെ ഈ ബഹുമാനപ്പെട്ട പുളിവേലി പാസ്റ്ററുടെ വണ്ടിയെ ചെന്ന് നോക്ക്, ഒരു പേനാക്കത്തി പോലും കാണുകയല്ല. അതിനാ കൊണ്ടു നടക്കുന്ന സമാധാന സുവിശേഷമാണ്. എൻ്റെ വണ്ടി അപ്പുറം കിടപ്പം നീ നോക്ക്, ഒരു ബ്ലേഡ് എടുക്കാനുണ്ടോ അതിനകത്ത് നിന്ന്? ഇല്ല. വേറെ പുസ്തകമുണ്ട് അതിനകത്ത്, എൻ്റെ കയ്യിലുമുണ്ട്. പാട്ടുപുസ്തകമൊക്കെ കാണും. പിന്നെ തൊണ്ടയ്ക്ക് പ്രയാസമുള്ളതുകൊണ്ട് ഇച്ചിരി പ്ലാസ്കും വെള്ളവും ഉണ്ട്. കപ്പും വരിക നിനക്ക് ഇച്ചിരി തരാം. ഇതൊക്കെ ഉള്ളത് നമ്മുടെ കയ്യില്. എന്നാൽ ചില ആൾക്കാരുടെ വണ്ടിയൊക്കെ ഒന്ന് പരിശോധിച്ച് സമയമായോ അമ്മാമേ, ഇപ്പം വിടാ, ഇതുകൂടെ കേട്ടേച്ച് പോകും. ഇത് കേൾക്കേണ്ട കാര്യമാണ്. അമ്മാമയെ നോക്കുന്നു, ഇപ്പം വിടാ. പാവോർക്ക് ആ മുന്നിൽ വന്ന് പെട്ടും പോയി എഴുന്നേക്കാനും ഒക്കത്തില്ല. അയാൾ ബോധമില്ലാത്തവനാ വല്ലതും വിളിച്ചു പറഞ്ഞ ദൈവത്തിന് മഹത്വം. അയ്യോ, ഇത് സമാധാന സുവിശേഷമാണ്. ദൈവത്തിന് മഹത്വം. ആമേ, സമാധാനം തരുന്ന മാർഗമാണ്. യേശുനായകൻ സമാധാന ദായകൻ നിനക്കെന്നും ധനമേ എന്നൂലം കലരും മനമേ എന്തിനാകൂലം കലരും മനമേ യേശുനായകൻ
ഈ സുവിശേഷം വന്നിടത്തല്ല സമാധാനമാണ്. ഈ സുവിശേഷത്തിന്റെ മണ്ണിടത്തല്ല ശാന്തതയാ. ഈ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, ശാന്തത വന്നത് കൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു, ആഗ്രഹിച്ച തുറമുഖത്ത് അവനവരെ എത്തിച്ചു. ഇത് ശാന്തതയെ സമാധാനത്തിന്റെ മാർഗമാണ്. തമ്മിൽ തല്ലിക്കുന്നതല്ല, തലകീറിക്കുന്നതല്ല, ആമ വെട്ടിക്കൊല്ലുന്ന മാർഗമല്ല, ആമ പ്രശ്നം ഉണ്ടാക്കുന്ന മാർഗമല്ല. ഇത് പ്രശ്നം പരിഹരിക്കുന്ന ശാന്തത, സമാധാനം, സ്വസ്ഥത കൊടുക്കുന്ന മാർഗമാ സുവിശേഷം. അപ്പൊ എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകലരും രക്ഷപ്പെടാൻ. എന്താ ഇതിന്റെ വിശേഷത? സമാധാന സുവിശേഷം. ആരാ കേൾക്കണ്ടേ? സകല ആൾക്കാരും കേൾക്കണം. എല്ലാം വിശദീകരിക്കാൻ നേരമില്ല, എല്ലാവരും കേൾക്കണം. കേൾക്കാൻ കൊള്ളാവുന്നതായത് എല്ലാവരും കേൾക്കണം. കേട്ടാനുള്ള ഗുണം ഒത്തിരി ഉണ്ട്. എല്ലാം ഇപ്പം പറയുന്നില്ല, നാളെ വരുന്ന പുള്ളി ബാക്കി പറഞ്ഞോളും. എനിക്ക് ഇതൊക്കെ പറയണമെങ്കിൽ ഞാൻ അഹങ്കരിച്ചൊന്നും പറയില്ല, തെറ്റിദ്ധരിക്കരുത്. അത് പോയിന്റാന്നേ പെട്ടെന്ന് പറയാം. ഇടയ്ക്ക് ഈ പാട്ടുമൊക്കെ ഉള്ളത് കൊണ്ട് ഇച്ചിരി സമയമൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. എന്നാലും ഇത്രയും നേരം നിങ്ങൾ ഇരുന്ന് തന്നതിനെ അഭിനന്ദിക്കുന്നു. ദൈവത്തിന് മഹത്വം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വായിച്ച വാക്യത്തോടൊരു കാര്യം പറഞ്ഞിട്ടങ്ങ് നിർത്തിയേക്കാം. കർത്താവ് നേരിട്ട് പറഞ്ഞതാണ്, നിങ്ങളുടെ ഹൃദയം. യോഹന്നാന്റെ സുവിശേഷം. യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. ദൈവം, യേശു ദൈവം. അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊന്തി വന്ന പുത്തൻ ദൈവമല്ല, അവിടുന്ന് നിത്യനായ ദൈവമാണ്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, ശാന്തമ്മയുടെ കാര്യവും ബാബുവിൻ്റെ കാര്യവും അങ്ങനത്തെ ദൈവമല്ല. ബാബുവൊക്കെ അടുത്ത കാലത്ത് ദൈവമായതാണ്. ശാന്തമ്മയും തങ്കയും കഞ്ഞിക്കുടി തോമായും കരിമ്പിലെ മത്തായി എല്ലാം അടുത്ത കാലത്ത് മിണ്ടുന്നില്ല. യേശു ക്രിസ്തു അടുത്ത കാലത്ത് ദൈവമായതല്ല, നിത്യനാണ്. 90-ാം സങ്കീർത്തനത്തിലെ വാക്യം മനപാഠമാണല്ലോ, കർത്താവേ നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപ് നീ അനാദിയായും ശ്വാസനമായും ഞങ്ങളുടെ ദൈവമാകുന്നു. സകല ലോകങ്ങൾക്കും അധികാരണമിവൻ ദൈവം. സകല ലോകങ്ങൾക്കും അധികാരണമിവൻ. സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ. ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, ചൊല്ലി അങ്ങ് വിടുക. ഈ കൊച്ചമ്മയ്ക്കൊക്കെ അറിയാം, വേദവികാരമാണ്. പഴയ ബ്രദറുകാർക്ക് അറിയാം, ചൊല്ലി വിടുക. നമ്മുടെ ജോൺസൺ ചാൻ്റെ അമ്മ അവിടെ നമ്മൾ വീട്ടിൽ പോയി കപ്പയൊക്കെ തിന്നതല്ലയോ, ചക്കയും തന്നതല്ലേ? ശുപാർശക്ക് ഒരു സംശയം അമ്മയാണ്. നമ്മളവിടെ പോയി പിന്നെ നല്ല ഭക്ഷണമൊക്കെ തന്ന അമ്മയാണ്. സകല ലോകങ്ങൾക്കും അധികാരണമിവൻ. സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ. സകല ദേവവൃന്ദവന്ദിത പദാംബുജൻ. സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ ദൈവം. ആഗമാകാരന്മാരിലാദമൻ മോചസും സർവാഗമ പൊരുളാഗമി പരാശക്തിക്ക് ഏലൊന്നോരപ്രിയമാം നാമമോദിയത് മൂലവസ്തുവാം നാഥനുപദേശിച്ചിതല്ലോ. ഇലോകി ശബ്ദായിയു എലോകി അഡോണായി വിലോപമെന്യേ യാഗ്വേ യഹോവ യാഗെന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമീജനാൽ പ്രകടിതമെന്നേ വേണ്ടൂ. ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും വർത്തിക്കലും കൂടസ്ഥൻ നിരാശകനാത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും. പുഷ്പകാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ അല്ലായിൽ അതീശനേ മാനുചരതി. എന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ മൂലം സ്വീയമാം മകത്തത്വബോധനം നടത്തുവാൻ ഈ ഉലകിൽ ദൈവമയപ്പു നിജാത്മാനം. എല്ലാം പറയാൻ നേരമില്ല. കാശിന് കൊള്ളാതുള്ള കരത്തിൻ കഴുത, കാശിന് കൊള്ളാതുള്ള കരത്തിൽ താടിയല്ലാൽ നാസിറായ ഒരു ശിംശോൻ
1000 ഫെലിസ്ത്യരെ കാശിനി തന്നിൽ കൊന്ന് വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു സപ്തസപ്തിയും കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാൻ ചാപമായി തീരുമെങ്കിൽ ഉത്തമ നിൻ ദീപ്തിയാൽ എൻ ബുദ്ധി ശോഭിക്കില്ലേ. നമസ്തേ ദേവദേവ നമസ്തേ വിശ്വവന്ദ്യ നമസ്തേ ദേവദേവ നമസ്തേ പാരായണ നമസ്തേ നദജന പാലന പാരായണ. മോശയും നാവല നീ പ്രവർത്തിച്ചവമാക്കി സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശമായി ഒന്നുമില്ല നിന്നുടെ കരം ചേർന്നാൽ അതാ ദൈവം, അതാ സത്യദൈവം. അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊന്തി പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല, നിത്യനായ ദൈവം. യോഹന്നാന്റെ അടുത്ത് യേശു ദൈവമാണെന്ന് തെളിയിക്കുക. ഒന്നാമധ്യായം ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. രണ്ടാമധ്യായം കാനാവിലെ കല്യാണ വീട്ടി പച്ചവെള്ളം വീഞ്ഞാക്കിയ ദൈവം. മൂന്നാമധ്യായം നിത്യജീവനെ കൊടുക്കുന്ന ദൈവം. നാലാമധ്യായം ആത്മാവാകുന്ന ദൈവം. അഞ്ചാമധ്യായം സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന ദൈവം. ആറാമധ്യായം ജീവന്റെ അപ്പമായ ദൈവം. ഏഴാമധ്യായം ആത്മ നിറവിനെ കൊടുക്കുന്ന ദൈവം. എട്ടാമധ്യായം സാക്ഷാൽ വെളിച്ചമായ ദൈവം. ഒമ്പതാമധ്യായം പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം. 10-ാം അധ്യായം നല്ല ഇടയനായ ദൈവം. 11-12 അധ്യായം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. 13-ാം അധ്യായം പെസഹായ. 14-ാം അധ്യായത്തിന്റെ 1 വായിച്ചത് നിങ്ങളുടെ ഹൃദയം. അതിന് കാരണം 3 കാര്യം വിശദീകരിക്കുന്നില്ല, പറഞ്ഞങ്ങ് നിർത്താം. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയാ നിങ്ങളുടെ ഹൃദയം. അതിന് കാരണമുണ്ട്. 13-ാം അധ്യായം പഠിച്ചാൽ പെസഹായ കാല് കഴുകുകയൊക്കെയാണ്. സമയമായപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു ഞങ്ങൾ പെസഹ ഒരുക്കാൻ ശാല, കാരണം കയറി കിടക്കാൻ ഇടമൊന്നുമില്ല, തല ചായ്ക്കാൻ ഇടവുമില്ല, കരം കൊടുക്കാൻ കാശുമില്ല. നരികൾക്കു വസിപ്പതിനായി കുഴിയും പറവയ്ക്ക് വസിപ്പതിനായി കൂടും. നരികൾക്ക് വസിപ്പതിനായി കുഴിയും പറവയ്ക്ക് വസിപ്പതിനായി കൂടും. പൂവിനുണ്ടിവനോ തല ചായ്പതിനായി കുരിശല്ല ദീപാരും സ്ഥാനമില്ല. പൂവിനുണ്ടിവനോ തല ചായ്പതിനായി കുരിശല്ല ദീപാരും സ്ഥാനമില്ല. കുരിശും നിച്ചത്തോളിലെടു തൊഴുവൻ തിരിമേൽ കരേറി പോകും. അപ്പൊ അതുകൊണ്ടാ ശിഷ്യന്മാർ വന്ന് ചോദിക്കുക, ഗുരു എവിടാ പെസഹ ഒരുക്കേണ്ടത്? കർത്താവ് പറഞ്ഞു, നിങ്ങള് എതിരെയുള്ള നഗരത്തിൽ ചെല്ലുമ്പോൾ ഒരുത്തൻ ഒരു കുടം വെള്ളവും കോരിക്കൊണ്ട് വരും. നിങ്ങൾ അവന്റെ പുറകെ ചെല്ലണം. അവനൊരു വലിയ വീട്ടിൽ ചെല്ലും. നിങ്ങളും അവിടെ ചെല്ലുമ്പോൾ വീട്ടുടയവൻ ചോദിക്കും എന്തുവാന്ന്. അപ്പം വീട്ടുടയവനോട് പറയണം, കർത്താവും ഗുരുവുമായ ഞങ്ങളുടെ ദൈവത്തിന് ആമൻ പെസഹ കഴിക്കാൻ ശാല അവൻ വിരിച്ചൊരുക്കിയ വൻമാളിക കാണിക്കും. ഈ പ്രവചനം അതുപോലെ നടന്നു. അതാ പ്രവചനം. അല്ല, ഇന്ന് കുറെ പ്രവാചകന്മാരുണ്ട്, ചുമ്മാ ഇന്ന് പെടൽ വെട്ടിക്കുക. സമയമായിരിക്കും, അതുകൊണ്ടാണ് പാട്ട് പിടിച്ച കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ വീടിന്റെ അവിടെ ഒരു കുടംപുള്ളി നിപ്പുണ്ടോ? സഹോദരിമാരായത് കേട്ട് ഇളകുന്ന പാവത്തങ്ങള്. നിങ്ങൾ പാവങ്ങളാണ്. എന്നാളൊരു സഹോദരി പറഞ്ഞു, പെണ്ണുങ്ങളെ എല്ലാം കുറ്റം പറയാം. അയ്യോ ഇതങ്ങളെ നല്ലതാ തേണ്ടിരിക്കുന്നല്ല. അതുങ്ങളുണ്ടെങ്കിലേ യോഗത്തിനൊരു കൊഴുപ്പ്. 2 തോത്രം പറയാനും അല്ലെങ്കിൽ ആണ്ടിരിക്കുന്ന ഒരെണ്ണം ഇതുവരെ അനങ്ങിയില്ല. പിന്നെ 2 തോത്രം പറയുന്നത് നിങ്ങളാ. അച്ഛൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി മൂക്കുന്നുണ്ട്, നന്നായി. ദൈവത്തിന് മകൾ നിങ്ങൾ വേണം യോഗത്തിന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതുങ്ങളെ പറ്റിക്കാൻ പെട്ടെന്ന് ബലഹീന മാത്രമല്ലേ. അതാ വന്ന് ചോദിക്കുന്നത് കുടംപുളി ആണ്. സ്തോത്ര. പക്ഷെ കുടംപുളിയാണോ വാളംപുളിയാണോ? ഏറെ ഒരെണ്ണം തള്ളയ്ക്ക് അതുപോലും അറിയാമല്ല വാളംപുളി അതാ
ചേമ്പ് ഈ കലത്തിൽ ദൈവാത്മാവ് എന്തെങ്കിലും പറഞ്ഞാൽ കൊടംപുളി ഉണ്ടോ എന്നല്ല, കൊടംപുളിയാണ് പറയും, അവിടെ ഒരു കൊടംപുളി നിൽപ്പുണ്ടെന്ന് പറയും. ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മറ്റവനാ. നിങ്ങളുടെ തെക്ക് വശത്ത് വാഴ നിപ്പുണ്ടോ? ഇപ്പോഴത്തെ പ്രവാചകനാ. പക്ഷെ പൂവനാന്നോ ചെങ്കതിലിയാന്നോ ഏതോ ഒരെണ്ണം. അപ്പൊ അവന് മനസ്സിലാക്കി ഈ ചേമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞെങ്കിൽ കൃത്യം പറയും. ഈ യോവാശിന്റെ മകനാകുന്ന ഗിദെയോനോട് ദൂതം എന്ന് പറഞ്ഞത് കാളയുടെ പ്രായം വരെ പറഞ്ഞു. കാളയുടെ അത് എത്രാമത്തെ കാളയാണെന്നും പറഞ്ഞു. അച്ഛാ വാക്യം ഒന്ന് വായിച്ചേ. 6:25 6:20 പമ്പയാറല്ല, 6 ന്യായാധിപന്മാർ 6:25 വായിച്ചേ. ആ കണ്ണിക തുടങ്ങുന്നിടത്ത് അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത് നിന്റെ അപ്പന്റെ ഇളയ കാളയായ പ്രവചനം അങ്ങനെ, നിന്റെ അപ്പന്റെ ഇളയ കാളയായ. അതാ, അല്ലാതെ കൊടംപുളി ഉണ്ടോ, പൂവമ്പാടി ഉണ്ടോ, റോഡുണ്ടോ, കയറ്റമുണ്ടോ, അങ്ങനൊന്നുമല്ല. കൃത്യ പറഞ്ഞ നിന്റെ അപ്പന്റെ ഇളയ കാളയാകുന്ന 7 വയസ്സുള്ള കാളയുടെ പ്രായം. നിന്റെ വീട്ടിലെ കാളയുടെ പ്രായം വരെ അറിയുന്നവനാ ദൈവം. പിന്നാണോ നിന്റെ കാര്യം? നമ്മളോടിപ്പോ പിന്നെ പ്രായം ഒന്നും ചോദിക്കാം. നമ്മൾ എന്തുകൊണ്ട് പ്രായം കണ്ടിട്ട് തന്നെ തോന്നുന്നു? ദൈവം കൃത്യം പറയും. ഇളയ കാളയാകുന്ന നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള എത്രാമത്തെ കാളയുടെ പ്രായം? ഇതെല്ലാം കൃത്യമാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് പറയും. ഇന്ന് രാത്രി നിന്നെ നല്ലതുപോലെ വിവേചിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാ യേശു പ്രവചിച്ചു, നിങ്ങൾ ആ നഗരത്തിൽ ചെല്ലുമ്പോൾ ഇതുപോലെ വീട് കാണും. കറക്റ്റ് അതുപോലെ സംഭവിച്ചു. എന്തിനേറെ, ശിഷ്യന്മാരും കർത്താവും വിരിച്ചൊരുക്കിയ വന്മാളിക കയറി. വലിയ വന്മാളികയാ. ഇവര് മിക്കവരും മുക്കുവരാ, കടപ്പുറത്ത് ജീവിച്ചവരാ, ഗലീലക്കാരെ പറ്റി ചരിത്രം പഠിച്ചാൽ ഇവരുടെ ദേശത്തിന്റെ പൊതുവിലുള്ള പേര് കാബൂൽ ദേശമെന്ന ഇരുണ്ട സ്ഥലമാണ്. വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ല. അതുകൊണ്ടാണല്ലോ അപ്പോസ്തലപ്രവൃത്തി 2 അന്യഭാഷ പറഞ്ഞപ്പോൾ 18 ഭാഷക്കാർ പറഞ്ഞത് ഇവരെല്ലാം ഗലീലക്കാരല്ലേ എന്ന്. എന്നിട്ടും വലിയ മാർമിക വിഷയമല്ലേ പറയുന്നത്. അന്തം വിട്ടുപോയി ജ്ഞാനികള്. അവർ നോക്കുമ്പോൾ പഠിപ്പില്ലാത്തവനെല്ലാം വേച്ച് കീച്ചുക, ഇംഗ്ലീഷും അറബി ഉറുദു എല്ലാം തേലും അടിച്ച് മിന്നുക. ഇതാ പെന്തിക്കോസ്. അല്ലാതെ ജയിലിൽ കിടന്ന് പറഞ്ഞ അന്യഭാഷയൊന്നുമല്ല. സ്തോത്രം. അന്തം വിട്ടുപോയി. അവർ പറഞ്ഞു ഇവരെല്ലാം ഗലീലക്കാരല്ലേ. അതെ, അവർ പറയുന്നതൊക്കെ. അന്നേരം ചില സഹോദരന്മാർ പറഞ്ഞ് നിന്ന് പോയെന്ന്. ചിലർക്ക് നിന്നായിരിക്കും, എനിക്ക് നിന്നിട്ടില്ല. ഞാനിപ്പോൾ തർക്കിക്കാനുമില്ല. ഞാനില്ല. ഗുരുവും ശിഷ്യനും കൂടെ തർക്കിച്ചിട്ട് വല്ലതും ജയിച്ചോ? രണ്ടും കട്ട. ഗുരു ആറാട്ടുപുഴം മണപ്പുറത്ത് നിന്ന് കണ്ടിക്കും, ശിഷ്യൻ പൂവത്തൂരിൽ നിന്ന് കണ്ടിക്കും. എന്തോ പ്രശ്നമാണ്. അവസാനം എനിക്ക് ഒന്ന് കെ ജി തോമാച്ചനാണോ കെ ജി കുര്യച്ചാനാണോ പറഞ്ഞ് മതി, നിർത്താൻ പറഞ്ഞു. നിർത്ത്. ഇത് അതിനുള്ള സമയമൊന്നുമല്ല. പക്ഷെ ഒരു കാര്യം പറയാം, നിന്നിട്ടില്ല. ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അതിന്റെ വിടുതലും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആത്മാവിൽ മർമ്മങ്ങളാ സംസാരിച്ച്. അപ്പൊ അതുകൊണ്ട് ഇവര് സാധാരണക്കാരും വിദ്യാഭ്യാസമില്ലാത്തവരും ഒക്കെയാ. പക്ഷെ ഇവർ ഈ വന്മാളിക കയറി ഇതെല്ലാം കണ്ട് അതില് ഈ വിരിച്ചൊരുക്കിയ ഇംഗ്ലീഷിൽ ഫർണിഷ്ഡ് റൂം എന്ന ഒരു ഇംഗ്ലീഷിൽ കേട്ട തെറ്റിയോ? ഇല്ല, അപ്പർ റൂം എന്നാണ്. ഇവർ ഇതിനകത്ത് കയറി അന്തം വിട്ടുപോയി. അപ്പൊ എൻ്റെ ഭാവനയാ, ശിഷ്യന്മാരും ഒക്കെ അല്ലേ പറഞ്ഞു കാണും, ഏതായാലും പുള്ളിയുടെ കൂടെ കൂടിയത് കൊണ്ട് നമുക്ക് ഈ പട്ടണത്തിൽ ഈ വീട്ടിലൊന്ന് കയറാൻ പറ്റിയല്ലോ. എന്നാ മറ്റവൻ പറഞ്ഞു, അതാ ഞാനും അത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒരു പുള്ളി പറഞ്ഞ ലൈറ്റൊക്കെ വെളിയിൽ നിന്ന് കൊണ്ടുവന്നതാന്നാ. അല്ല നമുക്കത് കാണാനെങ്കിലും. പൊടുത്തം പറഞ്ഞ് ഞാൻ ആ സെറ്റിയിലിരുന്നിട്ട് കൂടെ
പണ്ട് എന്നെ ഒരു വലിയ വീട്ടിൽ കൊണ്ടുപോയി, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ്. ആദ്യമായിട്ട് അങ്ങനെ ഒരു വീട്ടിൽ ചെല്ലുക ഞാൻ. നമ്മൾ ആ കുട്ടനാട്ടിലെ കാവാലത്ത് ഒരു വീട്, നല്ല വീട് പോലും ഇല്ല, അതൊന്നും വിവരിക്കുന്നില്ല. അവിടെ കടന്ന് ഞാൻ ഒരു സ്ഥലത്ത് യോഗത്തിന് പുള്ളി പറഞ്ഞ് വണ്ടിയെ വരുമെന്ന് പറഞ്ഞ് വണ്ടി വന്നപ്പോൾ എനിക്ക് വണ്ടി പറയാനൊന്നും അറിയാൻ പറ്റില്ല. നല്ല നല്ല വണ്ടിയാണ്. വണ്ടിയെ കയറ്റി എന്നെ കൊണ്ടുപോയി ഭയങ്കരം വീട്. ഞാൻ ആയുസിലാദ്യം അങ്ങനെ ഒരു വീട് കാണുക, അന്തം വിട്ടുപോയില്ല. പണ്ട് ഉജാലം പോയത് പട്ടിണി കൊണ്ടുപോകുന്നില്ല വണ്ടി തേനു കുശസ്ഥലി, പട്ടണം കണ്ടപ്പോഴേ വിശപ്പും ദാഹവും എന്ന് പറഞ്ഞാൽ ഞാൻ അന്തം വിട്ടുപോയി. അപ്പം എന്നോടിപ്പോൾ കയറി വാ പാസ്റ്റർ എന്ന് പറഞ്ഞു. കയറി ചെന്നു ഇരിക്കാൻ പറഞ്ഞു. ഇരിച്ചേച്ച് പുള്ളി കാപ്പി എടുക്കാനായിട്ട് അങ്ങോട്ട് പോകും. ഞാൻ ഇരുന്നപ്പോൾ അങ്ങ് താന്ന് പോകും. ആദ്യമായിട്ടാണ് അങ്ങനെ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി കുറേ നേരം ഞാൻ പൊങ്ങി, ഞാൻ താഴുകയില്ല. ആഴ്ചയിൽ ആദ്യം ഇരിക്കുകയല്ലേ. പിന്നെ അവിടെ നിന്ന് നടന്നു വരുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ പിന്നെ സത്യമാ. പിന്നെ ബാത്റൂം എന്നെ കൊണ്ട് എനിക്ക് തന്ന മുറി അതും ഇതുപോലെ നല്ല മെത്ത, ആയുസിൽ ആദ്യം അതൊക്കെ കാണുന്നത്. സത്യം പറഞ്ഞാൽ ശരിക്ക് കിടന്നുറങ്ങില്ല. എങ്ങനെ കിടന്നുറങ്ങാനാ? ബാത്റൂം എവിടാന്ന് ചോദിച്ചു. ബാത്റൂമിലോട്ട് കയറി കാണിച്ചു വെച്ച് പുള്ളി പോയി. ദൈവമേ ഇതെവിടാ ഞെക്കുന്നത്, എവിടുന്ന് ആ വെള്ളം വരുന്നത്? സത്യം പറഞ്ഞാൽ ഇതെല്ലാം നോക്കിയും കണ്ടിരുന്നതല്ലാതെ. പിന്നെ ഞാൻ പുള്ളിയോട് ചോദിച്ചു വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു. നമുക്കിത് ആദ്യമായിട്ട് കാണുക അല്ല, എന്തിനാ കള്ളം പറയുന്ന കാര്യമില്ലല്ലോ. ഈ ശിഷ്യന്മാർ ഈ പട്ടണത്തിൽ വലിയ വന്മാളികയെ ചെന്ന് ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ അന്തം വിട്ട് ഒരു ചിന്തയും കൂടെ അങ്ങ് പറയാ. ശിഷ്യന്മാർ പറഞ്ഞു കാണും നമുക്കിതൊക്കെ കാണാനേ ഭാഗ്യമുള്ളൂ. ഒന്ന് ഒരുത്തം പറഞ്ഞു കാണുന്നതൊക്കെ പെട്ടെന്ന് കണ്ടോണം, അങ്ങേര് ഇറങ്ങിയാൽ നമ്മളെ ഇവിടുന്ന് ഇറക്കും. പുള്ളി ഉള്ളത് കൊണ്ടാണ് നമ്മളും ഇവിടെ അതാ സത്യം. യേശു ഉള്ളത് കൊണ്ടാണ് നിന്നെ ബഹുമാനിക്കുന്നേ. യേശു ഉള്ളത് കൊണ്ട് ആരെയല്ലേ നിനക്ക് 10 രൂപ തരുന്നേ? യേശു ഉള്ളത് കൊണ്ടാ പച്ചവെള്ളം തരുന്നത്. യേശു ഉള്ളത് കൊണ്ടാ കസേരയിൽ ഇരുത്തുന്നത്. യേശു ഉള്ളത് കൊണ്ടാ നിന്നെ ബഹുമാനിക്കുന്നത്. അല്ല നമ്മുടെ കുടുംബശ്രേഷ്ഠതയും മഹിമയും വിടുതലും ഒന്നുമല്ല, യേശു ഉള്ളത് കൊണ്ടാ. അപ്പൊ ഇവര് പറഞ്ഞു പെട്ടെന്ന് കണ്ടേച്ചിറങ്ങാൻ. ഒന്ന് ഒരുത്തം പറഞ്ഞു നമുക്കിതൊക്കെ കാണാനേ. ഇങ്ങനൊക്കെ ചിന്തിച്ച് പിന്നെ കർത്താവിന്റെ ക്രൂശീകരണമൊക്കെ ചിന്തിച്ച് ഹൃദയം അങ്ങ് കലങ്ങി. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞ ഹൃദയം ഈ വീടും കൂടെ കണ്ട് കലങ്ങിയെന്ന് പറയാൻ ഒരു ചിന്ത ആ 14-ാം അധ്യായത്തിലുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുന്നുണ്ട്, ഒരു വീട്. അപ്പൊ അത് വീടും കൂടെ കണ്ടാ കലങ്ങിയത്. ഞാൻ നിങ്ങൾക്കൊരു ഭവനം ഒരുക്കുന്നു. ഇവിടുത്തെ വീട് മണ്ണും ഇഷ്ടികയും കമ്പിയും സെമന്റും മെറ്റീരിയലാ. പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു വീടൊരുക്കുന്നുണ്ട്. അടിഞ്ഞു പോകുന്നതല്ല, നശിച്ചു പോകുന്നതല്ല. നിങ്ങളുടെ ഹൃദയം കലകരുത്. എന്താ കലങ്കരുതെന്ന് പറയാൻ കാര്യം? 1, നമുക്കൊരു ദൈവമുണ്ട്. 2, നമുക്കൊരു സ്ഥലവും വീടും ഒരുക്കുന്നുണ്ട്. 3, അവർ ഒരുക്കിയച്ച് വീണ്ടും തിരിച്ചു വരും. ഇന്ന് രാത്രി ഹൃദയം കലങ്കരുത്. തിരുസഭയെ ചേർക്കുവാൻ യേശു വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അല്പസമയങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ സ്തുതിക്ക്. നമുക്കൊരു ദൈവമുണ്ട്, ഹൃദയം കലങ്കരുത്. നമുക്കൊരു സ്ഥലവും വീടും ഒരുക്കുന്നുണ്ട്, ഹൃദയം കലങ്കരുത്. അത് ഒരുക്കിയച്ച് നമ്മുടെ കർത്താവ് തിരിച്ചു വന്ന് നമ്മെ തന്റെ അടുക്ക ചേർക്കും. താൻ ഇരിക്കുന്ന ഇടത്ത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്ത്. ആ പഴയ പാട്ടിന്റെ 2 ചരണം പാടിയാ മതി. പഴയ പാട്ടിന്റെ കാത്തിരിക്കും വിശുദ്ധരെല്ലാം കാറ്റുകനെ പോലെ ഗമിക്കും. ആമേൻ. കാത്തിരിക്കും, കൈയടിച്ചു പാടാം. കാറ്റുകനെ പോലെ ഗമിക്കും. ആമേൻ. മധ്യാകാശമണിയറയിൽ ആമേൻ. കൈയടിച്ച് ഓ മധ്യാകാശ കൈയടിച്ച് കൈയടിച്ച് ഓ യേശുവിന്റെ അടിസ്ഥാനം യേശുവിന്റെ
ബഹുമാന്യ കർത്തദാസന്മാർ, ആമേൻ, ഓൺലൈനിലുള്ളവർ എല്ലാവർക്കും നന്ദി, ദേശവാസികൾക്ക് നന്ദി. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ആവതുണ്ടെങ്കിൽ ഒറ്റ മിനിറ്റ്. ഒക്കുന്നെങ്കിൽ ആ കരങ്ങളൊന്ന് വീശി ദൈവത്തെ മഹത്വപ്പെടുത്ത്. കരങ്ങൾ വീശ്. ഇന്നും എന്നേക്കും വേർപിരിയാ. കരങ്ങൾ വീശി കൂടെ പാർക്കും നമ്മളെല്ലാം. ഹൃദയം കലകരുത്, വേർപിരിയാതെ ക്രിസ്തുവിൻ. ഹൃദയം കലകരുത്, വേർപിരിയാതെ ക്രിസ്തുവിൻ. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമകൻ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. യേശുക്രിസ്തു ഭാവികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു ഭാവികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശുക്രിസ്തു രാജാതിരാജാവായി, വേഗം വരുന്നു, യേശുക്രിസ്തു രാജാതിരാജാവായി. വേഗം വരുന്നു. നിങ്ങൾ ദൈവത്തെ എതിരേൽപ്പാൻ, ഒരുങ്ങിക്കൊള്ളുക, നിങ്ങൾ ദൈവത്തെ എതിരേൽപ്പാൻ. ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കാം. ക്ഷണിച്ചവർക്ക് നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.